ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷും മലയാളവും ഹിന്ദി ഇംഗ്ലീഷ് എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്തത് നമ്മുടെ സബ്ജക്ട്സുകളിലേക്ക് ലാംഗ്വേജസ് ഒക്കെ കഴിഞ്ഞ് സബ്ജക്റ്റിലോട്ട് കിടക്കുകയാണ് അല്ലേ. അപ്പോൾ നാളെ നമുക്ക് ഫിസിക്സ് കെമിസ്ട്രി രണ്ട് കിടിലൻ സബ്ജക്റ്റുകളാണ് ഒരുമിച്ച് വന്നേക്കുന്നത് അല്ലേ. ലെൻസ് ഏതാ, മിറർ ഏതാ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അങ്ങനെ ഒരു ഫുള്ളൊരു അവിയൽ പരുവത്തിലാണ് നമ്മൾ നാളെ എക്സാം എഴുതാൻ പോകുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ കെമിസ്ട്രിക്ക് ഒരു ടെൻഷനും വേണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നൊരു റാപ്പിഡ് ഫയർ പോലെയാണ് നോക്കുന്നത്. കെമിസ്ട്രിയുടെ SSLCയുടെ എല്ലാ ചാപ്റ്ററും കൂടെ ചേർത്തിട്ട് ഒരു റിവിഷൻ. ഇത് ജസ്റ്റ് ഒരു റാപ്പിഡ് ഫയർ എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം നമ്മളിങ്ങനെ തൊട്ട് പോകുന്നതേ ഉള്ളൂ. നമുക്ക് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു സമയം നമുക്ക് ഈ സമയത്തില്ല. അപ്പം നിങ്ങൾ പഠിച്ചവരൊക്കെ ഇത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലായി ഇങ്ങനെയൊക്കെ ആണല്ലേ എന്നൊക്കെ ഒന്ന് ആലോചിച്ചെടുക്കുക. ഒട്ടും പഠിക്കാത്തവർ അതൊന്ന് സ്ലോ മോഡിലൊക്കെ ഇട്ടിട്ട് വീണ്ടും അതൊന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 7 ചാപ്റ്ററാണ് നമുക്കുള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ സൂപ്പർ നോട്ട്സിൻ്റെ SLC റിവിഷനെ ഫസ്റ്റ് കെമിസ്ട്രി നോട്ട്സ് തന്നെ എന്തായിരുന്നു, നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കിഡിലനായിട്ട് ഫുൾ A to Z കാര്യങ്ങൾ പറഞ്ഞിട്ടൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കാണും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആ ക്ലാസ് കണ്ടിട്ടില്ല എങ്കിൽ അത് കാണണം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ സൂപ്പർ നോട്ട്സിൻ്റെ SLC റിവിഷൻ്റെ സെക്കൻഡ് കെമിസ്ട്രി ക്ലാസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡൽ എക്സാം, ഡെഡിക്കേറ്റഡ് ടു നമ്മുടെ മോഡൽ എക്സാമിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തൊരു എക്സാമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇറ്റ്സ് എ റാപ്പിഡ് ഫയർ. അതായത് നമ്മൾ ജസ്റ്റ് എല്ലാം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതാണ്. നമുക്ക് പിന്നെ ഇനി ഫർദർ ക്ലാസ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും നിങ്ങൾ പറയുന്ന ടോപ്പിക്ക് നമുക്ക് ഫുൾ ഡീറ്റെയിൽഡ് ക്ലാസ് എടുക്കാം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ റിവിഷൻ കഴിഞ്ഞതാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആണ് അല്ലേ. ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് അല്ലേ. നമ്മൾ വാതക നിയമങ്ങളും മോൾ സങ്കല്പനം. വാതക നിയമങ്ങൾ പറയുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ്. പക്ഷേ മോൾ സങ്കല്പനം പറയുമ്പോൾ അതത്ര അങ്ങോട്ട് നമുക്ക് സന്തോഷമുള്ളൊരു ടോപ്പിക്കല്ല. പക്ഷേ ആക്ച്വലി ഇത് ഏറ്റവും നല്ല എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ. നമ്മളിത് ഭയങ്കര പാടായിട്ട് കാണുന്നത് കൊണ്ടാണ്, മാത്സിനെ പോലെ കുറേ പ്രോബ്ലംസും എല്ലാം ഒക്കെ ഉള്ളത് കൊണ്ടാണ് ചിലർക്ക് ആ ചാപ്റ്റർ ഇഷ്ടവും ചിലർക്ക് ആ ചാപ്റ്റർ കംഫർട്ട് അല്ലാത്തതിനും കാരണം അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങുകയാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഗ്യാസ് ലോസ്. ആ സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും ഇല്ലയോ. ഏതൊക്കെയായിരുന്നു? ഗ്യാസ് ലോസ് ഒരു ചാപ്റ്റർ, അടുത്ത എന്താ നമ്മുടെ മോൾ സങ്കല്പനം അടുത്ത ചാപ്റ്റർ. അപ്പോൾ നമുക്ക് ആദ്യം ഗ്യാസ് ലോസ് തൊട്ട് തുടങ്ങാം. അപ്പോൾ ഈ ഗ്യാസ് ലോസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ജനറൽ ഒരു ബ്രീഫായിട്ട് നമ്മളൊരു ഐഡിയ പറഞ്ഞാൽ നമുക്ക് 3 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ഓക്കെ, വോളിയം, വ്യാപ്തം, റൈറ്റ്. വോളിയം, വ്യാപ്തം. ഇനി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയാണേ. പ്രഷർ, മർദ്ദം P, T ടെമ്പറേച്ചർ താപനില, N നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇങ്ങനെ 3 കാര്യങ്ങളെക്കുറിച്ച്, ഈ 3 കാര്യങ്ങൾ നമ്മൾ വ്യാപ്തവുമായിട്ടുള്ള ഒരു ഇരിപ്പ് വശം, ബന്ധം എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കണം. നല്ല റിലേഷൻ ആണോ, അവർ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ, ആദ്യം അവർ ഉടക്കൂടാറുണ്ടോ, അങ്ങനെയുള്ള ഈ വിയും ഇത്രയും പേരും തമ്മിലുള്ള റിലേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് 3 ലോസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇതിലെല്ലാം നമ്മൾ വ്യാപ്തം ബാക്കി എല്ലാത്തിനെയും എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് പഠിക്കുന്നത്. അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ, ആദ്യം നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ, ഇത് രണ്ടും എന്താക്കി വെക്കുക? സ്ഥിരമായിരിക്കും. ഇത് രണ്ടും എന്തായിരിക്കും? അവിടെ സ്ഥിരമായിരിക്കും. പറഞ്ഞ മനസ്സിലായോ? ഇത് രണ്ടും എന്തായിരിക്കും? സ്ഥിരമായിരിക്കും. പറഞ്ഞ മനസ്സിലായോടെ? ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ ഉണ്ട്, അതുപോലെ തന്നെ നമ്പർ ഓഫ് മോൾസ് ഉണ്ട്. അപ്പോൾ വോളിയത്തെക്കുറിച്ചും വോളിയവും മർദ്ദവുമായിട്ട് പഠിക്കുവാണെങ്കിൽ നമ്മൾ താപനിലയും നമ്പർ ഓഫ് മോളിക്യൂൾസിനെയും സ്ഥിരമായിട്ട് വയ്ക്കണം. ഇനി വ്യാപ്തവും താപനിലയും കുറിച്ച് പഠിക്കുവാണെങ്കിൽ നമ്മൾ എന്തൊക്കെ വയ്ക്കും? മർദ്ദവും നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റന്റ് ആക്കി വെക്കണം, സ്ഥിരസംഖ്യയാക്കി വെക്കണം. ഇനി നമ്പർ ഓഫ് മോൾസിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ മർദ്ദവും താപനില എന്ത് ചെയ്യണം? സ്ഥിരമായിട്ട് വെക്കണം. ഇങ്ങനെ പഠിച്ചുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ, നമുക്ക് ചിലപ്പോൾ ലോ പറയാൻ പറയും, ഇതുമായിട്ട് ബന്ധപ്പെട്ട ലോ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും. അങ്ങനെ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ സ്ഥിരസംഖ്യയാക്കി വയ്ക്കുന്ന സംഭവം പറയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ പകുതി മാർക്ക് കിട്ടും. പിന്നെ അതിൻ്റെ ബന്ധം പറഞ്ഞാൽ മതി. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ നമുക്ക് ലോയിലോട്ട് പോവുകയാണ്. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ പറഞ്ഞത്. വ്യാപ്തം, മർദ്ദം, താപനില, നമ്പർ ഓഫ് മോളിക്യൂൾസ്, ഇവരെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ ആദ്യം പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ നിയമമാണ്
ബോയിൽ നിയമം. ഓക്കെ, ബോയിൽ നിയമം. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ആരൊക്കെ തമ്മിലുള്ള റിലേഷനാണ് പഠിക്കുന്ന, വോളിയവും വേറെ ആരോ തമ്മിലുള്ള റിലേഷനാണ് പഠിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആണ്, ഈ ബോയിൽസ് എന്ന് പറയുമ്പോൾ പ്രഷറുമായിട്ടുള്ള റിലേഷൻ ആണോ താപനിലയായിട്ടുള്ള റിലേഷൻ ആണോ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇല്ലയോടെ. അപ്പൊ നമ്മൾ ഞാൻ ജസ്റ്റ് ചെറിയൊരു ഷോർട്ട് പറയാം. അതായത് ബോയിൽ എങ്ങനെ എഴുതുന്നത്, ബി അല്ലേ, ഈ ബിന്റെ കുറച്ച് സാധനം മാറ്റി എന്ത് കിട്ടും, പി കിട്ടും. ഓക്കെ, അപ്പം ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ പിയുമായിട്ടുള്ള റിലേഷൻ. ആർക്ക്, നമ്മൾ ആദ്യമേ പറഞ്ഞു വോളിയമാണ് ഇവിടുത്തെ കേന്ദ്ര കഥാപാത്രം. അപ്പൊ വിക്ക് പിയുമായിട്ടുള്ള റിലേഷനെ കുറിച്ച് പറയുന്ന ലോയാണ് നമ്മുടെ ബോയിൽസ് ലോ. മനസ്സിലാവും. ഇനി എന്താണ് അവർ തമ്മിലുള്ള റിലേഷൻ എന്നാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആണ്. അതായത് ഇത്ര ഇക്വേഷൻ മാത്രം ഓർമ്മിച്ച് വയ്ക്കാം. അതിന് മുമ്പ് നമുക്കൊരു എക്സാമ്പിൾ ആണ്. നമ്മളൊരു ബലൂൺ എടുക്കുകയാണെ, ആ ബലൂൺ ഇങ്ങനെ പെരുക്കി വെച്ച് ഞാൻ അതിനെ നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുവാണ്. ഇങ്ങനെ പ്രസ് ചെയ്യാന്ന് വെച്ചാൽ അർത്ഥം എന്താ, ഞാൻ പ്രഷർ ഇങ്ങനെ കൂട്ടി കൊടുക്കുക. ഇനി നമുക്ക് പ്രഷർ ഇങ്ങനെ കൂട്ടി കൊടുത്താൽ അതിന്റെ വോളിയം എന്ത് ചെയ്യും, ഈ ബലൂൺ ചെറുതാവോ വലുതാവോ, ചെറുതല്ലേ ആവണത്. അപ്പൊ നമ്മൾ പ്രഷർ അല്ലേ കൊടുത്തേ, പ്രഷർ കൊടുത്തപ്പോ വോളിയം എന്തായി, പ്രഷർ കൂട്ടിയപ്പോ വോളിയം എന്തായി, ചെറുതായി. അപ്പൊ അതിനെന്താ അർത്ഥം, പ്രഷർ കൂടുമ്പോൾ വ്യാപ്തം കുറയും, വ്യാപ്തം കൂടുമ്പോൾ പ്രഷർ കുറയും അല്ലേ. ഈ ബന്ധത്തെ കുറിച്ച് പറയുന്ന ലോയാണ് ഏത് ലോ എന്ന് പറഞ്ഞാൽ ബോയിൽ നിയമം. അപ്പൊ ബോയിൽ നിയമം പറയുന്നത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്താണ്, വോളിയം ഈസ് ഇൻവേഴ്സ്ലി proportional to 1/p. V is inversely proportional to 1/p. Sorry, inversely proportional to p. എങ്ങനെ നമ്മൾ ഇത്, V is proportional to 1/p. V കൂടുമ്പോൾ p കുറയും, p കൂടുമ്പോൾ v കുറയും. ഇവർ തമ്മിൽ വിപരീത അനുപാതത്തിലാണ്. എങ്ങനെ അനുപാതത്തിലാണ്ട്, വിപരീത അനുപാതത്തിലാണ് എന്ന് പറയുന്ന നിയമം ഏതാണ്, ബോയിൽ നിയമമാണ്. ഇനി ഇതിൽ നമ്മളൊരു ഇക്വേഷൻ കൂടി പഠിക്കണം. എന്താണ്, പി വി ഈസ് എ കോൺസ്റ്റന്റ് നമ്മൾ പഠിക്കും. P1 V1 is equal to P2 V2. എന്താണ് ഇക്വേഷൻ, P1 V1 is equal to P2 V2. എന്താണ് ഇക്വേഷൻ, P1 V1 is equal to P2 V2. ഇതാണ് ബോയിൽ നിയമത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ബോയിൽ നിയമം സ്റ്റേറ്റ് ചെയ്യാൻ നാം പഠിച്ചു അല്ലെ. അതിനൊരു ഇക്വേഷൻ ഉണ്ടെന്ന് പഠിച്ചു. നമുക്ക് ചിലപ്പോൾ പ്രോബ്ലം ചെയ്യാൻ ചോദിക്കും. ഇപ്പം നമുക്ക് റാപ്പിഡ് ഫയറിൽ പ്രോബ്ലം ചെയ്യാനുള്ള സമയം നമുക്കില്ല. അതുകൊണ്ട് ഈ ഇക്വേഷൻ വെച്ചേക്കാൻ നിങ്ങൾ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എക്സാമിന് പോകണം കേട്ടോ. ചിലപ്പോൾ നമുക്ക് 2 മാർക്കിനൊക്കെ എക്സാം ചോദിക്കും. ഇപ്പം ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ആ P1 V1 is equal to P2 V2 വരുന്ന റിലേഷൻ വരുന്ന പ്രോബ്ലം നമ്മുടെ കോളത്തിലൊക്കെ ഒരു പ്രോബ്ലം നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വർക്കൗട്ട് ചെയ്തിട്ട് പോവുക. ഓക്കെ, ശരി. അപ്പോൾ ഇതാണ് എന്തിനെ കുറിച്ച് പറയാനുള്ള ലോയുടെ ബോയിൽ നിയമം. ഇനി നമ്മൾ അടുത്ത നേരെ പോകുന്നത് ചോൾസ് നിയമത്തിന് മുമ്പ് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അവരെന്ത് തന്നിട്ടുണ്ട്, ഒരു അക്വേറിയം തന്നിട്ടുണ്ട്. അക്വേറിയത്തിൽ ബബിൾസ് ഉണ്ട്. ആ മീനിന്റെ ഭംഗി നോക്കിക്കൊണ്ടിരിക്കില്ല, ഞാൻ ബബിൾസ് ആണെന്ന് ചോദിച്ചത്. ഈ ബബിൾസ് കണ്ടോടാ, താഴേന്ന് മേലോട്ട് പോകുന്തോറും ആ ബബിൾസിന്റെ വലുപ്പം എന്ത് ചെയ്ത് പോവാ, കൂടി 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 പോവാണ്. അപ്പൊ ഇത് നമുക്ക് ഇപ്പൊ ഞാൻ ബോയിൽ നിയമം പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് തൊട്ടടുത്ത് തരുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് ബോയിൽ നിയമത്തിന്റെ ആപ്ലിക്കേഷൻ ആണെന്ന് അറിയാം. പക്ഷെ നമ്മുടെ പരീക്ഷയ്ക്ക് അങ്ങനെയാണോ ചോദിക്കുന്നത്, അല്ല. അപ്പൊ അങ്ങനെ പരീക്ഷയ്ക്ക് എങ്ങനെ ചോദിക്കുന്നു എന്ന് നമ്മൾ കാര്യം മനസ്സിലാക്കി വെക്കുക. എന്താ ഇങ്ങനെ ഈ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിന്റെ ആ ബബിൾസ് ഇങ്ങനെ വലുതായി വലുതായി വരുന്നത്, അതേത് നിയമവുമായി ബന്ധപ്പെട്ടതാണെന്നും കൂടി ആയിരിക്കും ബി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ആദ്യം അതിന്റെ റീസൺ, പിന്നെ ഇത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്തത്. അപ്പൊ നമ്മൾ ഈ ബബിൾസ് കാണുമ്പോൾ നമുക്ക് ആകെ ഇതുമായിട്ട് 2 ആപ്ലിക്കേഷൻ ലെവലിൽ ടെക്സ്റ്റിൽ പഠിക്കാനുള്ളൂ. അപ്പൊ നിങ്ങൾ അത് മാത്രം പഠിക്കുക. ഓക്കെ, അതായത് ഈ എയർ ബബിൾസ് എന്ത് ചെയ്യുന്ന അറിയോ, നമ്മൾ ജലത്തിന് മേലോട്ട് പോകുന്തോറും പ്രഷർ എന്ത് ചെയ്ത് വരും, കുറയും. അപ്പൊ വ്യാപ്തി എന്ത് ചെയ്യും, കൂടും. അത്രേ ഉള്ളൂ പോയിന്റ്. മേലോട്ട് പോകുമ്പോൾ പ്രഷർ കുറയുന്നു, വ്യാപ്തം കൂടുന്നു. പിന്നെ അപ്പൊ 2 ക്വസ്റ്റ്യൻ, ഇത് ഏത് ലോയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നല്ലേ രണ്ടാമത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പ്രഷർ, വോളിയം, മർദ്ദം, വ്യാപ്തം, ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏതല്ല നിയമമാ, ബോയിൽ നിയമം. അപ്പൊ ബി ക്വസ്റ്റ്യൻ ബോയിൽ നിയമം തീർന്നു. അഥവാ 3 മാർക്കിന് അവരെ ചോദ്യം ചോദിച്ചാൽ സ്റ്റേറ്റ് ദ ലോ എന്നും കൂടെ ചോദിക്കും, നിയമത്തെ നിർവചിക്കാന്നും കൂടെ ചോദിക്കും. അതോടുകൂടി നമ്മൾ 3 മാർക്ക് അവിടെ സേഫ്. ചിലപ്പോൾ ഇത് 1 മാർക്കിന് ജസ്റ്റ് ചോദിച്ചിട്ട് അങ്ങ് വിടുകയുള്ളൂ. അങ്ങനെ ആയാലും നമുക്ക് എഴുതാലോടെ. അപ്പം ബോയിൽ നിയമം പഠിച്ചു, അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനും പഠിച്ചു. സെറ്റ് അല്ലേ, സംശയമില്ലല്ലോ അല്ലേ. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കിയിടാം. അടുത്താണ് നമ്മുടെ ചാൾസ് ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വോളിയവും ഓരോരുത്തരുമായിട്ടുള്ള റിലേഷൻ ആയിരുന്നു. നേരത്തെ നമ്മൾ പഠിച്ചത് വോളിയവും പ്രഷറുമായിട്ടുള്ള റിലേഷനാണ്, മർദ്ദവുമായിട്ടുള്ള റിലേഷനാണ്. ചാൾസ് ലോ എന്ന് പറഞ്ഞാൽ ചൂടുള്ള ചാൾസ് ലോയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് അത് താപനിലയുമായി ബന്ധപ്പെട്ട നിയമമാണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്ട്, താപനില, വിയും ടിയും തമ്മിലുള്ള റിലേഷനാണ്. അപ്പൊ പറ മക്കളെ, വിയും ടിയും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ എന്തൊക്കെ സ്ഥിരമായിരിക്കും,
പറഞ്ഞേ കറക്റ്റ്. മർദ്ദവും സ്ഥിരമായിരിക്കും, നമ്പർ ഓഫ് മോൾസും സ്ഥിരമായിരിക്കും അല്ലെ. അപ്പൊ എന്താ നമ്മൾ പറയാ, എങ്ങനെ നിയമം പറയും? നേരത്തെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യ്, ജസ്റ്റ് ഒന്ന് തിരിച്ചു പറ. അറ്റ് കോൺസ്റ്റന്റ് pressure the volume of a gas is directly proportional to its temperature at Kelvin scale. ഓക്കെ, എന്താ മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം അതിന്റെ എന്തിന് നേരനുപാതത്തിലായിരിക്കും? താപനിലയ്ക്ക് നേരനുപാതത്തിലായിരിക്കും. കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേരനുപാതത്തിലായിരിക്കും. നിയമം പഠിച്ചേ. ഇനി ഇവർ തമ്മിൽ എന്ത് റിലേഷൻ എന്നാ പറഞ്ഞത്? V is proportional to T. നേരത്തെ നമ്മൾ എന്താ പഠിച്ച മക്കളെ? V is proportional to 1/P എന്നാ പറഞ്ഞത്. ഇവിടെ രണ്ടുപേരും ന്യൂമറേറ്റർ അല്ല, അംശത്തില. അതിനർത്ഥം അവർ നമ്മൾ രണ്ട് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നാ. V കൂടിയ T കൂടും, V കുറഞ്ഞാൽ T കുറയും. അവർ നമ്മൾ അങ്ങനെ നല്ല കയ്യൊപ്പിലുള്ള രണ്ട് ഫ്രണ്ട്സ് ആണ്. ഓക്കെ, അപ്പൊ V is proportional to T. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇവിടെ വരുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ V1/T1 is equal to V2/T2. ഇതിന്റെ പ്രോബ്ലം ചോദിക്കാവേ. ചിലപ്പോൾ എന്താണെന്ന് അറിയോടാ, ഈ ക്വസ്റ്റ്യൻ തന്നിട്ട് ഇതിന്റെ ഏതെങ്കിലും ഒരു പ്രോബ്ലം ബേസ്ഡ് തന്നിട്ടായിരിക്കും അത് ഏതിൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ടു എന്ന് ചോദിച്ചിട്ടുണ്ട് ഇടയ്ക്ക്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ എന്താ നമ്മൾ നോക്കാം, എന്തൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണ് നിങ്ങൾ നോക്കുക. വിയും ടിയും ആണോ തന്നിരിക്കുന്നത്? പി ഉണ്ടെന്ന് വിചാരിച്ച് പി ആണെന്ന് വിചാരിക്കുക, നോക്കണം ഏതാണ് വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യുന്നത്. അപ്പൊ വിയും ടിയുമാണ് അവിടെ വേരി ചെയ്യുന്നതെങ്കിൽ അത് ഏത് നിയമം? ചോൾസ് നിയമം. ബിയും പിയുമാണ് അവിടെ വേരി ചെയ്യുന്നതെങ്കിൽ അതേത് നിയമം? ബോയിൽ നിയമം. പറഞ്ഞത് മനസ്സിലായോ? എല്ലാം കൂടെ പഠിച്ച് അവസാനം പരീക്ഷ തലേദിവസം വട്ടാവരുത്. ഓക്കെ, അപ്പൊ ബോയിൽ നിയമം എന്ന് പറഞ്ഞാൽ വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷൻ ആണ്. ചാൾസ് നിയമം എന്ന് പറഞ്ഞാൽ വോളിയവും താപനിലയും തമ്മിലുള്ള റിലേഷൻ ആണ്. ഇത്രയും മനസ്സിലായി, ഇക്വേഷൻ മനസ്സിലായി. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. വെയിലത്തിടുന്ന ബലൂൺ പെട്ടെന്ന് കുറച്ചു നേരം കഴിയുമ്പോൾ പൊട്ടിപ്പോകുന്നത് എന്തുകൊണ്ട്? എന്തുകൊണ്ട് നമ്മൾ പറയും ചൂടുള്ളതുകൊണ്ടാണെന്ന് പറയും അല്ലേ. ചൂടുള്ളതുകൊണ്ടാണ് പൊട്ടിയത്. അപ്പൊ ചൂടുള്ളത് കൊണ്ട് എന്തുകൊണ്ട് പൊട്ടി എന്നാണ് ഇപ്പൊ നമ്മൾ പറയേണ്ടത്. എങ്ങനെ പറയും നമ്മൾ? പറഞ്ഞേ മക്കളെ, ചൂട് കൂടുന്നു. ചൂട് കൂടുമ്പോൾ ചാൾസ് നിയമം അനുസരിച്ച് വ്യാപ്തം കൂടും. അങ്ങനെ വ്യാപ്തം കൂടി അത് എന്ത് ചെയ്യൂടെ? പൊട്ടിപ്പോ. ആക്ച്വലി അതിന്റെ കൈനറ്റിക് എനർജി വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഹയർ ക്ലാസ്സിൽ പറയാ. പക്ഷെ നമുക്ക് ഇപ്പൊ അതൊന്നും വേണ്ട. ടെമ്പറേച്ചർ കൂടുമ്പോൾ വ്യാപ്തം കൂടുന്നു, താപനില കൂടുമ്പോൾ വ്യാപ്തം കൂടുന്നു. അപ്പൊ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടുമ്പോൾ അത് പർട്ടിക്കുലർ ലിമിറ്റ് കഴിയുമ്പോൾ അത് എന്ത് ചെയ്യും? പൊട്ടിപ്പോ. നമുക്കതൊന്നും വേണ്ട. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് വോളിയം ഇൻക്രീസസ് അക്കോർഡിംഗ് ടു ഏത് ലോ? ചാൾസ് ലോ. ഈ 3 പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ മാർക്കാണ്. നമുക്ക് ഫുൾ കഥയും ഹിസ്റ്ററി ഒന്നും നമുക്ക് വേണ്ടല്ലോ. നമുക്ക് ആകെ 3 പോയിന്റ്. താപനില കൂടുമ്പോൾ വ്യാപ്തം കൂടുന്നു. ഏത് നിയമം അനുസരിച്ച്? ചാൾസ് നിയമം അനുസരിച്ച്. 1 മാർക്ക് അവിടെ വീണു. ആ 3 പോയിന്റ് ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ മാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വെട്ടിക്കുറയ്ക്കാനായിട്ട് പറ്റില്ല. ചിലപ്പോൾ രണ്ടാമത് അവർ ചോദിക്കും, എങ്ങനെയാണെങ്കിൽ ചാൾസ് നിയമത്തെ ഒന്ന് നിർവചിക്കൂ എന്ന് ചോദിച്ചാൽ നമ്മൾ ചാൾസ് നിയമത്തിനെ കൂടെ എന്ത് ചെയ്യുക? നമ്മൾ സിമ്പിൾ ആയിട്ട് നിർവചിക്കും. ഇൻ കേസ് അവിടെ ചെന്ന് മറന്നു പോയെന്ന് വിചാരിച്ചോ, നമ്മൾ ആലോചിക്കുക ഏത് തമ്മിലുള്ള ബന്ധമാ പറയണ്ടേ. എങ്കിൽ ബാക്കി രണ്ടുപേരും സ്ഥിരമാണേ, അപ്പൊ നമ്മൾ ഇത് രണ്ട് സ്ഥിരമായിരിക്കുമ്പോൾ അത് തമ്മിലുള്ള റിലേഷൻ എന്താണ്? അത്രേ ഉള്ളടാ. ഈ 2 പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് മാർക്ക് വീഴും. പറഞ്ഞ മനസ്സിലായത്? ഇപ്പോഴും നമ്മൾ കെമിസ്ട്രി ഫിസിക്സ് എഴുതുമ്പോൾ നമ്മൾ ആ ആൻസർ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ആദ്യം പഠിക്കണം. നമ്മൾ ഈ വാരി വലിച്ച് എഴുതിയിട്ടൊന്നും കാര്യമില്ല. നമുക്ക് എന്താണോ ഉത്തരം വേണ്ട അത് മാത്രം ചെയ്യാം. ഓക്കെ, അപ്പൊ കഥ പറയാൻ സമയമില്ല. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന നിയമമാണ് അവഗാഡ്രോ നിയമം അല്ലെ. ഈ പാഠത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന പേരാണ് അവഗാഡ്രോ. അപ്പോൾ അവഗാഡ്രോ നിയമത്തിൽ പറയുന്നത് നമ്മൾ 3 ആൾക്കാരെ കുറിച്ച് പറഞ്ഞ ആരൊക്കെയെന്ന് പറഞ്ഞേ? പ്രഷർ, മർദ്ദം, ടെമ്പറേച്ചർ, താപനില, എണ്ണിനെ കുറിച്ച് പറഞ്ഞു. നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ എണ്ണത്തെ കുറിച്ച് പറയുന്നത് അല്ലേ. അത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. തന്മാത്രകളുടെ എണ്ണം കൂടിയ വ്യാപ്തം കൂടും, അത് നമുക്കറിയാലോ അല്ലേ. സാധനങ്ങളുടെ എണ്ണം കൂടിയ അതിന്റെ വ്യാപ്തം കൂടില്ലേടെ? കൂടും. അതേ അവഗാഡ്രോയും പറഞ്ഞോളൂ. പിന്നെ അദ്ദേഹം ഒരു നിയമത്തിനനുസരിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ എണ്ണത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ എന്തൊക്കെ സ്ഥിരമായിരിക്കണം? പറയൂ. മർദ്ദവും താപനിലയും സ്ഥിരമായിരിക്കണം. അപ്പൊ മർദ്ദവും താപനിലയും സ്ഥിരമായിരുന്നാൽ വ്യാപ്തം V എന്തിന് അനുപാതികമാണ്? നമ്പർ ഓഫ് മോളിക്യൂൾസിന് അനുപാതികമാണ്. V is proportional to N. പറഞ്ഞ മനസ്സിലായോടെ? ഇത് 3 നമുക്ക് നിയമത്തിൽ പഠിക്കാനുള്ളത്. ഇതിൽ പ്രോബ്ലം ചോദിച്ച് കണ്ടിട്ടില്ല. ഫസ്റ്റ് 2 പ്രോബ്ലം ചോദിക്കാറുണ്ട്. അതുകൊണ്ട് മോൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളെ ഒരു പ്രോബ്ലമെങ്കിലും അത് ബേസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ നിയമങ്ങളിൽ വാതക നിയമങ്ങൾ നമുക്ക് അത്രയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി നമ്മുടെ മോൾ കോൺസെപ്റ്റിലോട്ട് നമ്മൾ പോവാണ്. സെറ്റ്, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഓക്കെ, ശരിടാ. അപ്പൊ മോൾ കോൺസെപ്റ്റ്. അപ്പൊ ഈ മോൾ കോൺസെപ്റ്റ് പഠിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അത് എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ഒരു അറ്റോമിക് മാസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ അറ്റോമിക് മാസിനെ കുറിച്ച് കാർബൺ 12ന്റെ ആറ്റത്തിന്റെ ഇത്ര ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ അറ്റോമിക് മാസിന്റെ കഥ പഠിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ആ കഥയൊന്നും പഠിക്കാനുള്ള സമയവും ഇല്ല.
നമുക്കതൊന്നും ചിന്തിക്കാനുള്ള സമയം പോലും ഇല്ല അല്ലേ. അപ്പൊ നമുക്ക് അതൊന്നും പഠിക്കണം, നിങ്ങൾ കുറച്ച് വാല്യൂസ് കാണാതെ പഠിക്കാം. മോസ്റ്റ് പ്രോബബിലി നിങ്ങൾക്ക് വാല്യൂസ് തരാറാണ് പതിവ് ഇപ്പോൾ, എന്നാൽ തന്നെയും നമ്മൾ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, കുറച്ച് ആൾക്കാരുടെ അറ്റോമിക് മാസ് മാത്രമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്, വളരെ കുറച്ച്, നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സമയം ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ നോക്കൂ മക്കളെ, ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് ആണ് 1 AM, അറ്റോമിക് മാസ് 1. ഇംഗ്ലീഷ് മീഡിയംകാർ മലയാളം മീഡിയംകാർ AM അറ്റോമിക മാസ് എന്ന് തന്നെ പഠിക്കാം. അടുത്ത ഓക്സിജന്റെ അറ്റോമിക മാസ് 16. അറ്റോമിക മാസ് തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആരുടെ മാസമായിരിക്കും മക്കളെ, ആറ്റത്തിന്റെ മാസമായിരിക്കും, അതിന് സംശയമില്ലല്ലോ, ഇല്ല. ഇനി നൈട്രജന്റെ അറ്റോമിക മാസ് എത്രയാണ്, 14 ആണ്. എന്നാൽ ഞാൻ വാട്ടറിനും അമോണിയയ്ക്കൊന്നും അറ്റോമിക മാസ് എഴുതിയിട്ടില്ല. അയ്യോ, ഞാൻ മറന്നുപോയതാണോ? ആണോടെ? അല്ല. എന്തുകൊണ്ടാ? നമ്മളെ ജലവും അമോണിയൊന്നും മാറ്റമല്ല, അവർ തന്മാത്രയാണ്. ഓക്കെ, അതറിയാലോ, അവർ തന്മാത്ര, അപ്പൊ അവർക്ക് അറ്റോമിക മാസ് വേണ്ട. അത് നമുക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പിന്നെ പഠിക്കാം. അപ്പൊ ആദ്യത്തെ വാക്കാണ് അറ്റോമിക മാസ്. പിന്നെ അടുത്ത് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്ന വാക്കാണ് ഗ്രാം അറ്റോമിക മാസ് അഥവാ GAM. എന്തുകൊണ്ട് GAM? ഒന്നുമില്ല, നമ്മൾ തൊട്ട് മുമ്പ് ഒരു അറ്റോമിക മാസ് പഠിച്ചില്ലേ, അതിന്റെ വാലിന്റെ അറ്റത്ത് ഒരു G കൊടുക്കുക, ഗ്രാം കൊടുക്കുക, അപ്പൊ ഗ്രാം അറ്റോമിക മാസായി. നോക്ക്, ഇവിടെ 1, അതിന്റെ തൊട്ടടുത്ത് ഞാൻ G ഇട്ടു, 1 ഗ്രാം, അപ്പൊ അത് ഗ്രാം അറ്റോമിക മാസായി. അടുത്തത് 16 ഓക്സിജന്റെ, അതിന്റെ തൊട്ടപ്പുറത്ത് ഞാൻ ഒരു G ഇട്ടു, അപ്പോ 16G, അതാണ് ഗ്രാം അറ്റോമിക മാസ്. നൈട്രജൻ 14 അറ്റോമിക മാസ്, അതിന്റെ കൂടെ ഞാനൊരു G ഇട്ടു, അപ്പൊ എന്തായി, 14G ആയോ. ഇതാണ് ഗ്രാം അറ്റോമിക് മാസ്, 1 ഗ്രാം അറ്റോമിക് മാസ്. അപ്പൊ 1 ഗ്രാം അറ്റോമിക മാസ് ഓഫ് ഹൈഡ്രജൻ എത്രയും ചോദിച്ചാൽ 1 ഗ്രാം. 1 ഗ്രാം അറ്റോമിക മാസ് ഓഫ് നൈട്രജൻ ചോദിച്ചാൽ 14 ഗ്രാം. 1 ഗ്രാം അറ്റോമിക മാസ് ഓഫ് ഓക്സിജൻ ചോദിച്ചാൽ 16 ഗ്രാം. 1 ഗ്രാം അറ്റോമിക മാസ് ആണ്. ഓക്കെ, ശരിയാണേ. ഇനി അടുത്താണ് നമ്മൾ മോളിക്യൂളോട്ട് വരുന്നത്. മോളിക്യൂൾ സ്വാഭാവികമായിട്ട് എന്താ, ആറ്റങ്ങൾ ചേരുമ്പോൾ തന്മാത്ര ഉണ്ടാവുന്നു, മോളിക്യൂൾ ഉണ്ടാവുന്നു. അപ്പൊ ഹൈഡ്രജൻ നമുക്കറിയാം അതൊരു ഏക അറ്റോമിക മോളിക്യൂൾ അല്ല, അതൊരു ഡയറ്റോമിക് മോളിക്യൂൾ ആണ്, ദ്വൈറ്റോമിക മോളിക്യൂൾ ആണ്. ഹൈഡ്രജൻ എപ്പോഴും 2ആയിട്ട് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഹൈഡ്രജൻ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഭയങ്കര പേടിയാ, ഹൈഡ്രജൻ എപ്പോഴും H2 ആയിട്ടേ ഇരിക്കുള്ളൂ, അത് നമുക്ക് അറിയാം അല്ലേ. അപ്പൊ ഹൈഡ്രജൻ 2ആയിട്ടേ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ മോളിക്യുലർ മാസ് എത്രയായിരിക്കും? ഒരെണ്ണത്തിന് നമ്മൾ 1 പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ആളോട് ചേരുമ്പോൾ എത്ര മക്കളെ? 1ാം ക്ലാസ്സിൽ പോണോ? ഒന്നുകൂടെ കൂട്ട്, 1 2. അപ്പൊ ഹൈഡ്രജന്റെ മോളിക്യുലർ മാസ് എത്രയാണ്? 2 ആണ്. ഹൈഡ്രജന്റെ മോളിക്യുലർ മാസ് എത്രയാണ്? 2. ഓക്കെ, അതുപോലെ ഓക്സിജനും O2 ആയിട്ട് നിൽക്കുള്ളൂ അല്ലെ. അപ്പൊ O2 ആയിട്ട് നിൽക്കുമ്പോൾ ഒരു ഓക്സിജന്റെ അറ്റോമിക മാസ് 16 ആണെങ്കിൽ തന്മാത്രയാകുമ്പോൾ അത് O2 ആവൂലേ. അപ്പൊ ഇവനും 16 ഇവനും 16, അപ്പൊ 2 16 ആകുമ്പോ എത്രയായി? 32. അപ്പൊ 32 ആണ് അതിന്റെ മോളിക്യുലർ മാസ്. അടുത്ത നൈട്രജൻ ആണ്. അപ്പൊ നൈട്രജൻ ആകുമ്പോൾ എന്താ സംഭവിക്കാം? നൈട്രജൻ ആകുമ്പോഴത്തേക്കും 14 ആണ്. നൈട്രജനും ഡയറ്റോമിക് മോളിക്യൂൾസ് ആണ്, N2 ആണ്. അപ്പം 2 നൈട്രജൻ 14 14 എത്രയാണ് മക്കളെ? 28. അതാണ് അതിന്റെ മോളിക്യുലർ മാസ്. ഓക്കെ, ഇനി അതിന്റെ ഗ്രാം മോളിക്യുലർ മാസ് ചോദിച്ചോ? സോ സിമ്പിൾ. അറ്റോമിക മാസിന്റെ അറ്റത്ത് നമ്മൾ G ഇട്ടപ്പോൾ അത് ഗ്രാം അറ്റോമിക മാസ് ആയി എങ്കിൽ മോളിക്യുലർ മാസിന്റെ അറ്റത്ത് G ഇടുമ്പോൾ അതെന്തായിട്ട് മാറി മക്കളെ? ഗ്രാം മോളിക്യുലർ മാസ് അഥവാ GMM. എന്താണ്? GMM. അപ്പൊ മലയാളം മീഡിയംകാരും ഇംഗ്ലീഷ് മീഡിയംകാരും അങ്ങനെ തന്നെ നമ്മൾ പഠിക്കുക. GAM GMM ഇതെല്ലാം ഒന്നാണ്. 1 GAM 1 GMM ആണ് ഇത്രയും മാസ്. മനസ്സിലായ കുഞ്ഞുങ്ങളെ? ഈ മോൾ കോൺസെപ്റ്റിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. നമ്മൾ ആദ്യമൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ കഥകൾ കാണുമ്പോൾ ഇങ്ങനെ കേട്ടിരുന്നിട്ട് അവസാനം വരുമ്പോൾ ഇതിന്റെ എല്ലാം കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ ആദ്യത്തെ ഈ കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ ജഗ പോകുകയാണ്, ഒരക്ഷരം നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇത്രയും കുറച്ചുകൂടി സ്ലോ ചെയ്ത് പറയുന്നത്, ശ്രദ്ധിക്കുക. അപ്പൊ GAM. അപ്പൊ നമ്മൾ മോളിക്യുലർ മാസ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ഇനി നമുക്ക് ചോദിക്കുന്നത് എന്താണെന്ന് അറിയാമോടാ? വാട്ടർ. H2 ഞാൻ പറഞ്ഞു, H2O ഒരു തന്മാത്രയാണെന്ന് പറഞ്ഞു. ഈ H2O തന്മാത്രയുടെ മോളിക്യുലർ മാസ് കണ്ടുപിടിക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കും. പല പ്രാവശ്യം 1 മാർക്കിന് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗ്രാം മോളിക്യുലർ മാസ് ഓഫ് വാട്ടർ. സിമ്പിൾ മാത്സ്. നോക്കടാ, ഇതിൽ ആരൊക്കെയുണ്ട്? ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. എത്ര ഹൈഡ്രജൻ ഉണ്ട് മക്കളെ? 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ 2 × 1 2 ആണ് ഹൈഡ്രജന്റെ. ഈ 1 ഇപ്പൊ എവിടെ നിന്ന് കിട്ടിയെന്ന് ആരൊക്കെയോ ചിന്തിച്ചിട്ടുണ്ട്. അടി വീഴും. എങ്ങനെയാ? നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ എത്രയാ? 1 ആണ്. അപ്പൊ 2 × 1 2. ഇനി അടുത്ത ഓക്സിജൻ ഇവിടെ എത്ര ഉണ്ട് മക്കളെ? 1 ഉള്ളൂ. എന്നാൽ ഒരെണ്ണത്തിന്റെ വില എത്രയാ? 16 എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ 1 × 16 എത്രയാ? 16. അപ്പൊ 16 + 2 എത്രയാ? 18. അപ്പൊ ഗ്രാം മോളിക്യുലർ മാസ് ഓഫ് വാട്ടർ എത്രയാണ്?
18 ഗ്രാം. ഗ്രാം മോളിക്കുലർ മാസ് ഓഫ് വാട്ടർ എത്രയാണ്ടേ? 18 ഗ്രാം ആണേ. ഓക്കെ, ഗ്രാം മോളിക്കുലർ മാസ് ഓഫ് ഇതെന്തുവാടാ? 18 ഗ്രാം ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയോ? അതുപോലെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് NH3 അമോണിയ. കേട്ടോ, ഇത് ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞത്. NH3. അപ്പോൾ പറ മക്കളെ, നൈട്രജനും ഉണ്ട് ഹൈഡ്രജനും ഉണ്ട്. ഒരു നൈട്രജനേ ഉള്ളൂ. ഒരു നൈട്രജന്റെ വില 14 സമം 14. ഇനി എത്ര ഹൈഡ്രജൻ ഉണ്ട് മക്കളെ? 3 ഹൈഡ്രജൻ ഉണ്ട്. ഒരു ഹൈഡ്രജന്റെ വില 1 ആണെന്ന് നമുക്കറിയാം. അപ്പൊ 3 × 3 എത്രയാ മക്കളെ? 3. അപ്പൊ ടോട്ടൽ എത്ര കിട്ടും? 17 എന്ന് കിട്ടും. അപ്പൊ അമോണിയയുടെ എന്താണ് ഇത് ഗ്രാം മോളിക്കുലർ മാസ് എത്രയാണ്? 17 ഗ്രാം. ഞാൻ ഈ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചതെന്നുള്ളൂ. പരീക്ഷയ്ക്ക് ഒരു മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വാട്ട് ഈസ് GMM ഓഫ് വാട്ടർ, വാട്ട് ഈസ് GMM ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ട് ഈസ് GMM ഓഫ് അമോണിയ, അങ്ങനെ ഒരു മാർക്കിനൊക്കെ ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് അതങ്ങ് എഴുതണം. ഓക്കെ, എത്ര ഓരോന്ന് മിക്കവാറും നിങ്ങൾക്ക് അറ്റോമിക് മാസും കൂടെ തന്നിട്ടേ സാധാരണ ചോദിക്കുകയുള്ളൂ. ചോദിച്ചില്ലെങ്കിലും നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. കുറച്ച് എലമെന്റ്സിന്റെ, നമ്മുടെ ടെക്സ്റ്റിലുള്ള എലമെന്റ്സിന്റെ എങ്കിലും ഒരു ഗ്രാമറ്റോമിക് മാസിന്റെ ഐഡിയ നമുക്ക് ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ഇത്രയും കഴിയുമ്പോഴത്തേക്കും നമ്മളെ മോൾ സങ്കല്പത്തിലോട്ട് കടക്കാനുള്ള എന്താണ് ഒരു ചവിട്ടുപടിയാണ് ഈ GAM എന്നൊക്കെ പറഞ്ഞ സംഭവം. ഓക്കെ, നമ്മൾ അതിലോട്ട് കടക്കുന്ന ചവിട്ടുപടിയാണ് GAM. ഇനി ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ പിള്ളേരോട് പറയാറുണ്ട്, നമ്മൾ SSLC എക്സാം കഴിയുന്നത് വരെ നമ്മുടെ മനസ്സിൽ ഒരേ ഒരു മോളിനെ കുറിച്ച്, ഒരാളുടെ മോളെ കുറിച്ച് മാത്രമേ ചിന്തിക്കാവൂ എന്ന് പറയും. അതാണ് നമ്മുടെ മോൾ. ആരാണ്ടേ? മോൾ. ആ 1 മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 6.022 × 10⁻23. കുറേ നാൾ കൊണ്ട് നമ്മൾ കേൾക്കുന്ന ആകെപ്പാട് ചിലപ്പോൾ മോൾ കോൺസെപ്റ്റിൽ നമുക്ക് അറിയാവുന്ന ഒരേ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഇതായിരിക്കും അല്ലേ? 6.022 × 10⁻23. ടീച്ചേഴ്സ് പാടി പഠിപ്പിച്ചൊരു വാല്യൂ ആണ്. എന്നിട്ട് തെറ്റിക്കുന്നവന്മാരുണ്ട് കേട്ടോ അതിനകത്ത്. അപ്പൊ എന്താണ് എന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവഗാഡ്രോ സംഖ്യ. പരീക്ഷയ്ക്ക് പല പ്രാവശ്യം ഈ നമ്പർ തന്നിട്ട് ഇത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്, 1 NA = ഡാഷ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 1 മാർക്ക്, ചുമ്മാ നമുക്ക് കിട്ടുന്ന 1 മാർക്കാണ്. ഓക്കെ, അപ്പം അവഗാഡ്രോ സംഖ്യ എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23 അല്ലെ? ഒക്ടോബർ 23 നമ്മൾ മോളുടെയൊക്കെ സങ്കല്പം ആഘോഷിക്കുന്നതൊക്കെ നമുക്കറിയാം, അതൊന്നും നമ്മളിപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഈ അവഗാഡ്രോ സംഖ്യ പഠിക്കുവാണേ. ഈ അവഗാഡ്രോ സംഖ്യ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബേസിക് കാര്യം ഞാൻ പറയാൻ പോവാണ്. ശ്രദ്ധിച്ചോണേ മക്കളെ. ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കളിക്കൂലേ, ഒരു അമ്മ കടയിൽ പോയി 1 ഡസൻ വള വാങ്ങി. എത്രയാണ് 1 ഡസൻ? പറഞ്ഞേ, 1 ഡസൻ എന്ന് പറഞ്ഞാൽ എത്രയാ? 12. അത് വള വാങ്ങിയാലും അത് 12 ആണ്, മാല വാങ്ങിയാലും 12 ആണ്, പിന്നെ പൊട്ടു വാങ്ങിയാലും 12 ആണ്, ഓറഞ്ച് വാങ്ങിയാലും 12, ആപ്പിൾ വാങ്ങിയാലും 12. അപ്പൊ ഡസൻ എന്ന് പറയുന്ന ആ വാക്കാണ് 12 അല്ലേ? ആ ഡസന്റെ കൂടെ ഞാൻ മാങ്ങ ചേർത്താ 12 മാങ്ങ, ഡസന്റെ കൂടെ ഞാൻ വള ചേർത്താ 12 വള. അങ്ങനെയാണല്ലോ. അതുപോലെയാ നമ്മൾ ഈ ചാപ്റ്ററിലെ മോള്. എപ്പോഴും മനസ്സിലായല്ലോ വയ്ക്കാം, 1 മോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവഗാഡ്രോ സംഖ്യയാണ്. മനസ്സിലായോ? അപ്പൊ ഞാൻ ഈ 1 മോൾ ആറ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? അവഗാഡ്രോ സംഖ്യ ആറ്റം എന്നായിരിക്കും. മനസ്സിലായോ? അടുത്തത് 1 മോൾ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ? 1 മോൾ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ സംഖ്യ മോളിക്യൂൾ എന്നാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? 1 മോൾ ആറ്റം എന്ന് പറഞ്ഞാൽ അതിൽ അവഗാഡ്രോ സംഖ്യ ആറ്റം കാണും. എണ്ണിപ്പറക്കി എടുത്താൽ അവഗാഡ്രോ സംഖ്യ ആറ്റം കാണും. 1 മോൾ മോളിക്യൂൾ എടുത്താൽ അതിൽ എണ്ണി എടുത്താൽ അവഗാഡ്രോ സംഖ്യ മോളിക്യൂൾ കാണും. മനസ്സിലായോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ്, ശ്രദ്ധിക്കാം. 1 മോൾ എന്ന് പറഞ്ഞാൽ 1 GAM. ഇപ്പൊ ചോദിക്കും, ഇതെന്താ GAM ആണോ? അങ്ങനെ ചോദിക്കോ? ഇല്ല, നമ്മൾ പഠിച്ചു. ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും നൈട്രജന്റെയും ഒക്കെ GAM പറഞ്ഞു. അപ്പൊ 16 ഗ്രാം ഓക്സിജൻ എന്ന് പറഞ്ഞാൽ അത് 1 GAM അല്ലേ? ആണോ? അല്ലേ? ആണ്. അപ്പൊ 16 ഗ്രാം ഓക്സിജൻ ഞാൻ എടുത്താൽ അത് 1 GAM ആണെങ്കിൽ അത് 1 മോളുമാണ്. അതൊരു മോളാണ്. അതിനകത്ത് എത്ര ആറ്റം കാണും? അവഗാഡ്രോ സംഖ്യ ആറ്റം കാണും. ഇനി ഞാൻ 1 മോൾ വാട്ടർ എടുക്കുക, 1 മോൾ വാട്ടർ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് എന്തിനു തുല്യമായിരിക്കും? 1 GMM തുല്യമായിരിക്കും. അതിൽ എത്ര മോളിക്യൂൾസ് കാണും? അവഗാഡ്രോ സംഖ്യ മോളിക്യൂൾ കാണും. ആക്ച്വലി നമ്മൾ ഈ മോൾ കോൺസെപ്റ്റ് ഒന്നും ഒരിക്കലും ഇങ്ങനെ റാപ്പിഡ് ഫയറിൽ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല. പിന്നെ നമ്മൾ അത് വിടാതെ പോരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഏറ്റവും അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലാവണമെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ, കുറേ ബേസിക്
ഫാക്ട്സ് നമ്മൾ തലയിലെടുത്തോട്ട് ഇങ്ങനെ അടിച്ചടിച്ച് കയറ്റുക. ഓക്കെ, അത് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു മോൾ കോൺസെപ്റ്റിൽ നിന്ന് ഒരു 3 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 2 മാർക്ക് നമുക്ക് ഇതിന് എഴുതാൻ പറ്റും. ലാസ്റ്റ് പ്രോബ്ലം മാത്രമേ ഉള്ളൂ കുറച്ചൊന്ന് ഇലാബറേറ്റ് ചെയ്ത് തരികയാണ് കേട്ടോ. ശ്രദ്ധിച്ചു. അപ്പോൾ ഇനി അടുത്ത STP. മുമ്പ് ഏതൊരു എക്സാമിന് STPയുടെ കണ്ടീഷൻ ചോദിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണ്. അതിൻ്റെ വാല്യൂ 273 കെൽവിനും 1 ATM പ്രഷറുമാണ് STP. ഈ STP കണ്ടീഷനിൽ ഏതൊരു ഗ്യാസ് 1 മോൾ എടുത്താൽ അതിൽ 22.4 ലിറ്റർ കാണും. അപ്പോൾ ശ്രദ്ധിക്കുക, 1 മോൾ ഏതൊരു ഗ്യാസ്, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, അമോണിയ, ഏതൊരു ഗ്യാസ് 1 മോള് STP കണ്ടീഷൻ ഞാൻ ഇങ്ങനെ കോരിയെടുത്താലും അതിൽ എത്ര വോളിയം കാണും? 22.4 ലിറ്റർ കാണും. എത്ര കാണൂടെ? 22.4 ലിറ്റർ. ഈ വോളിയത്തിനെ നമ്മൾ മോളാർ വോളിയം എന്ന് വിളിക്കും, മോളാർ വ്യാപ്തം എന്ന് വിളിക്കും. 1 മാർക്കിന് എത്ര തവണ ചോദിച്ചിട്ടുണ്ട് എന്താണ് മോളാർ വ്യാപ്തം, അല്ലെങ്കിൽ STPയിൽ 1 മോളിൽ ഉണ്ടാവുന്ന വ്യാപ്തത്തിന്റെ പേരെന്ത്? ഒന്നും അറിഞ്ഞില്ലെങ്കിൽ 22.4 ലിറ്റർ എന്ന് എഴുതി പോയി, പകുതി മാർക്ക് കിട്ടില്ലേ? ആ വാക്ക് എന്താണ്? മോളാർ വോളിയം, മോളാർ വ്യാപ്തം. അപ്പൊ ഇത്രയാണ് നമുക്ക് ബേസിക് ആയിട്ട് മോൾ കോൺസെപ്റ്റിൽ പഠിക്കാനുള്ളത്. അപ്പൊ 1 മോൾ എന്ന് പറഞ്ഞാൽ 1 GMM ആണ്, അത് അവഗാഡ്രോ സംഖ്യ ആറ്റം ആണ്. 1 മോൾ എന്ന് പറഞ്ഞാൽ 1 GMM ആണ്, അത് അവഗാഡ്രോ സംഖ്യ മോളിക്യൂൾ. മക്കളെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായോ? അതായത് ഇവിടെ ആറ്റം വന്നപ്പോൾ ഇവിടെ എന്ത് വരും? ആറ്റം വരും. ഇവിടെ മോളിക്യൂൾ തന്മാത്ര വന്നപ്പോൾ ഇവിടെ എന്ത് ചെയ്തു വന്നു? തന്മാത്ര വന്നു. മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഇക്വേഷൻ എഴുതിയെടുക്കുക. നമുക്കിന്ന് പ്രോബ്ലം നമ്മൾ ചെയ്യുന്നില്ല. മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള 4 ഇക്വേഷനാണ്. ഈ 4 ഇക്വേഷൻ വെച്ച് നമുക്ക് മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടുപിടിച്ചുള്ള ഗുണം എന്താ മക്കളെ? നമുക്കറിയാം 1 മോളിൽ അവഗാഡ്രോ സംഖ്യ ആറ്റം ഉണ്ടെന്ന് അറിയാം. നമ്മൾ പണ്ട് പഠിക്കില്ലേ, ഒരു പേനയ്ക്ക് 5 രൂപയാണെങ്കിൽ 5 പേനയ്ക്ക് എത്ര രൂപ? 5 × 5 25. നമ്മളത് പഠിക്കില്ല. അതല്ല നമ്മൾ എക്സ് വെച്ചിട്ടൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഒരു പേനയ്ക്ക് 3 രൂപയെങ്കിൽ 5 പേനയുടെ വില എത്ര? 5 × 3 15. അതുപോലെ നമുക്കറിയാം 1 മോളിൽ അവഗാഡ്രോ സംഖ്യ ഉണ്ടെന്ന് അറിയാം. അപ്പൊ അവർ എത്രയോ ഒരു മാസ് തരും. ആ മാസിൽ എത്ര ആറ്റം ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ആ മാസ് വെച്ച് മോള് കണ്ടുപിടിക്കും. അപ്പൊ നമുക്ക് ഇപ്പൊ 5 മോളെന്ന് കിട്ടി. 1 മോളാണെങ്കിൽ അവഗാഡ്രോ സംഖ്യ എന്ന് അറിയാമെങ്കിൽ 5 മോളാകുമ്പോൾ എത്രയായിരിക്കും? 5 × അവഗാഡ്രോ സംഖ്യ കേട്ടോ. അത് ഞാൻ പ്രോബ്ലം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഈ ഇക്വേഷൻ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി നമുക്ക് നിങ്ങൾ ആവശ്യപ്പെടുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു മോൾ കോൺസെപ്റ്റിൻ്റെ കുറേ പ്രോബ്ലം ഒക്കെ വെച്ചിട്ടൊരു ക്ലാസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് പഠിക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് മോൾ കോൺസെപ്റ്റിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഗ്യാസ് ലോസ് പറഞ്ഞു, 3 ലോസ് പറഞ്ഞു, മോൾ കോൺസെപ്റ്റിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. മോളാർ വ്യാപ്തം, അവഗാഡ്രോ സംഖ്യ. എല്ലാവരും അവഗാഡ്രോ സംഖ്യ പറഞ്ഞേ. 6.022 × 10⁻23 6.022 × 10⁻23 റൈറ്റ്. അതിൽ മാറ്റം വരുത്തുക. അവഗാഡ്രോ സംഖ്യ ചോദിച്ചാൽ എഴുതണം. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് നോക്കാടെ, നമ്മൾ അങ്ങനെ 3ാമത്തെ ചാപ്റ്ററിലേക്ക് വരികയാണ്. ക്രിയാശീല ശ്രേണി അല്ലെ, റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്ന നമ്മുടെ 3rd ചാപ്റ്ററിലോട്ട് വരുവാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടൊന്നും അറിയില്ല, നമ്മൾ കെമിസ്ട്രിയുടെ ചാപ്റ്റർ ഇങ്ങനെ ഒരു ഒഴുക്കിലാണ് പോകുന്നത്. ആദ്യം നമ്മൾ പീരിയോഡിക് ടേബിൾ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അതിന് നമ്മൾ ലോഹങ്ങളെയും അലോഹങ്ങളെയും മാസിനെ കുറിച്ച് അറ്റോമിക് നമ്പറിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? സെക്കൻഡ് ചാപ്റ്ററിൽ എന്തിനെ കുറിച്ച് വന്നു? അറ്റോമിക മാസ്, മോള്, നിയമം, അതിന്റെ ബേസിക് പഠിച്ചു. നമ്മൾ ആക്ച്വലി 3rd-ലും 4th-ലും എന്താ? നമ്മൾ പീരിയോഡിക് ടേബിളിൽ ആദ്യം പഠിച്ച മെറ്റലുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്, 3ാമത്തെയും 4ാമത്തെയിലും. അത് കഴിഞ്ഞ് 5ാമത്തെ ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ നമ്മൾ നോൺ മെറ്റലിനെ കുറിച്ച് കുറേ പഠിക്കും. എന്നിട്ട് 6, 7 നോൺ മെറ്റലിൽ നമ്മളെ പ്രധാനപ്പെട്ട കാർബണെ കുറിച്ച് പഠിക്കും. അങ്ങനെ ഒരു ഫ്ലോയിലാണ് നമ്മൾ കെമിസ്ട്രി ടെക്സ്റ്റ് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 3ാമത്തെയും 4ാമത്തെയും ചാപ്റ്ററിൽ നമ്മൾ മെറ്റലുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? ലോഹങ്ങളെ കുറിച്ചാണ്. അപ്പൊ ഇതിൽ തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ 2 സെക്ഷനാണ് ഈ ചാപ്റ്റർ. ആദ്യം വളരെ ബേസിക് ആയിട്ട് നമ്മളെ മെറ്റലിന്റെ കുറേ പ്രോപ്പർട്ടീസ്, അവരുമായിട്ടുള്ള കുറേ റിയാക്ഷൻസ് ഒക്കെയാണ് നമ്മൾ പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു വലിയൊരു ചാപ്റ്ററിന്റെ കുഞ്ഞു പോർഷനാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ റിയാക്ടിവിറ്റി സീരീസിൽ നമ്മൾ ആദ്യം ആ ടെക്സ്റ്റ് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ നമ്മൾ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല കേട്ടോ മക്കളെ. 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക, സോഡിയവും മെഗ്നീഷ്യവും. സോഡിയം നമുക്കറിയാം, ഈവൻ തണുത്ത വെള്ളത്തിൽ അല്ലെങ്കിൽ മീൻസ് സാധാരണ നോർമൽ വാട്ടർ ആയിട്ട് പോലും ആര് റിയാക്ട് ചെയ്യും? സോഡിയം റിയാക്ട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ സോഡിയത്തിനെ പെട്ടെന്ന് എന്താണ് മണ്ണെണ്ണയിലൊക്കെ സൂക്ഷിക്കുന്നത്. ഓക്കെ, നമുക്ക് എപ്പോഴും നമ്മൾ ഫോക്കൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സോഡിയം എടുക്കാറ്. ഓക്കെ, അതൊക്കെ പോട്ടെ. പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ കോൾഡ് വാട്ടറുമായിട്ട് പോലും റിയാക്ട് ചെയ്യുന്ന ലോഹം ഏത്? മെറ്റൽ ഏത്? ഏതാണ് മക്കളെ? സോഡിയം. എന്നാൽ മെഗ്നീഷ്യം ആരുമായിട്ട് റിയാക്ട് ചെയ്യുള്ളൂ? ചൂടുവെള്ളവുമായിട്ട് മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ. പറഞ്ഞ മനസ്സിലായോ?
അപ്പൊ സോഡിയം തണുത്ത വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യും. ആര്? മെഗ്നീഷ്യം ചൂടുവെള്ളവുമായിട്ട് റിയാക്ട്. ഇനി നമ്മുടെ റിയാക്ടിവിറ്റി സീരീസിലോട്ട് വരുവാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ്. ഈ റിയാക്ടിവിറ്റി സീരീസ് നിങ്ങൾക്കറിയാം, നമ്മുടെ ലോഹത്തിനെ അതിന്റെ ക്രിയാശീലം അനുസരിച്ച് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്താ മക്കളെ ലോഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ലോഹം എന്ത് ചെയ്യുന്ന ആൾക്കാരാണ്? ഇലക്ട്രോൺ കൊടുക്കുന്ന ആൾക്കാരാണോ ഇലക്ട്രോൺ വാങ്ങുന്ന ആൾക്കാരാണോ? പറയടാ, ഇലക്ട്രോൺ കൊടുക്കുന്ന ആളാണോ ഇലക്ട്രോൺ വാങ്ങുന്ന ആളാണോ? എക്സാക്ട്ലി, നമ്മുടെ ലോഹം എപ്പോഴും ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്ന ആൾക്കാരാണ്. മനസ്സിലായില്ലേ? ഇലക്ട്രോൺ എപ്പോഴും എന്ത് ചെയ്യും? ഇലക്ട്രോൺ എല്ലാവർക്കും കൊടുക്കുന്ന, നീ എടുത്തോ എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഇലക്ട്രോണെ കൊടുക്കുന്ന ആളാണ് ലോഹം. പറഞ്ഞ മനസ്സിലായോ? അങ്ങനെ ഇലക്ട്രോണെ കൊടുക്കാനുള്ള കഴിവിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്ക്. ഏറ്റവും മുകളിൽ വലിയ പുള്ളി, അത് കഴിഞ്ഞ് കുറച്ച് വന്ന് തൊട്ട് താഴെ ഈ ഹൈഡ്രജൻ കഴിഞ്ഞിട്ട് ഈ 3 ആൾക്കാരുണ്ട്. അപ്പൊ അവർ നമുക്ക് ഹൈഡ്രജൻ ഡിസ്പ്ലേസ് ചെയ്യാത്ത ആൾക്കാരാണ്. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 4 ഓപ്ഷൻ തന്നിട്ട് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാത്ത, ഹൈഡ്രജനെ ആദേശം ചെയ്യാത്ത ലോഹങ്ങൾ ഏത്? അപ്പൊ ശ്രദ്ധിക്കാം, ഹൈഡ്രജന് താഴെയുള്ള 3 ആൾക്കാർ കോപ്പർ, സിൽവർ, ഗോൾഡ്, ഇവര് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യില്ല, ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യില്ല, ഹൈഡ്രജൻ ആദേശം ചെയ്യില്ല. ഈ ആദേശ രാസപ്രവർത്തനം ഞാൻ പറയുന്നില്ല, പറഞ്ഞു തുടങ്ങി നമുക്ക് ഈ വീഡിയോ മുഴുവൻ അത് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ആദേശം എന്ന് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. നമ്മൾ കെമിസ്ട്രി ലാസ്റ്റ് ചാപ്റ്ററിലും ഈ ആദേശം പറയുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? ശരി, അപ്പൊ നോക്കിയോ, ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജന് താഴെയുള്ള 3 ആൾക്കാർ ആയിരിക്കാം? കോപ്പർ, സിൽവർ, ഗോൾഡ്. ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യില്ല, അവർക്ക് റിയാക്ടിവിറ്റി കുറവാണ്. ഇനി ശ്രദ്ധിച്ചോ മക്കളെ, നമ്മൾ ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. ഇതൊരു ബേസിക്, നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്ന എല്ലാം പഠിക്കാൻ നമുക്ക് ഈ കാര്യം വേണം. ഇതൊരു ക്രിയാശീല ശ്രേണിയാണ്. ശ്രദ്ധിക്കാം, ക്രിയാശീല ശ്രേണിയാണ്. അപ്പം ഇതിൽ മുകളിൽ ഇരിക്കുന്ന മൂലകങ്ങൾ അല്ലെങ്കിൽ എലമെന്റ് എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ കൊടുക്കും. താഴെ ഇരിക്കുന്ന ആൾ ആ ഇലക്ട്രോൺ എന്ത് ചെയ്യും? വാങ്ങും. പറഞ്ഞ മനസ്സിലായോ? അതായത് ഇപ്പൊ ഞാൻ മെഗ്നീഷ്യവും സിങ്കും വച്ചിട്ട് ഞാനൊരു റിയാക്ഷൻ നടത്തിയാൽ മെഗ്നീഷ്യം ഇലക്ട്രോണിനെ കൊടുക്കുകയും സിങ്ക് എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ വാങ്ങുകയും ചെയ്യും. അതെന്താ? സിങ്ക് ഒരു മെറ്റൽ അല്ലേ, പിന്നെ സിങ്ക് എന്താ ഇലക്ട്രോൺ വാങ്ങുന്നതെന്ന് ചോദിച്ചാൽ ഇവന്റെ കൂടെ ഉള്ളത് ആരാ? മെഗ്നീഷ്യമാണ്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. മെഗ്നീഷ്യം ഉള്ളത് കൊണ്ട് സിങ്കും കൂടെ എടുത്താൽ മെഗ്നീഷ്യമാണ് റിയാക്ടിവിറ്റി കൂടുതൽ. അപ്പൊ അവന് അവിടെ പവർ കൂടുതൽ. അപ്പൊ അവൻ അവിടെ ഇലക്ട്രോൺ കൊടുക്കും, സിങ്ക് എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ വാങ്ങും. ഞാൻ എപ്പോഴും പറയും, നമ്മള് ഒരു ടെറസിന്റെ മണ്ടയിൽ ഇരുന്ന് മുകളിൽ ഒരാൾ ബോൾ താഴോട്ട് എറിയുന്നു, താഴത്തെ ഒരാൾ ബോൾ വാങ്ങുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ക്രിയാശീല ശ്രേണിയിൽ മുകളിൽ നിൽക്കുന്ന ആളും താഴെ നിൽക്കുന്ന ആളും രണ്ടുപേരെ നമ്മൾ എടുത്താൽ മുകളിൽ നിൽക്കുന്ന ആള് താഴോട്ട് ബോൾ എറിയും, താഴെ നിൽക്കുന്ന ആൾ ഇലക്ട്രോൺ എന്ത് ചെയ്യണം? വാങ്ങണം. പറഞ്ഞ മനസ്സിലായോ? അങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? നമ്മൾ ഇപ്പൊ അടുത്ത റിയാക്ഷൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പൊ നമ്മളൊരു ഗാൽവനിക് സെല്ലൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് 2 ആൾക്കാരെ നമുക്ക് തരും. അപ്പൊ 2 ആൾക്കാരെ തരുന്ന സമയത്ത് മുകളിലുള്ള ആള് നോക്കുക, റിയാക്ടിവിറ്റി സീരീസ് കാണാതെ പഠിക്കുക. അല്ലെങ്കിൽ തന്നെ അവർ മിക്കവാറും പരീക്ഷയ്ക്ക് തരും Mg ഈസ് ഗ്രേറ്റർ ദാൻ സിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. തന്നില്ല എങ്കിൽ വേണ്ട, പേടിയില്ല, നമുക്കതറിയാം. ആ റിയാക്ടിവിറ്റി സീരീസ് പതുക്കെ ആൻസർ പേപ്പറിന്റെ സൈഡിലോട്ട് പെട്ടെന്ന് ഇങ്ങനെ എഴുതിയിടുക. പറഞ്ഞ മനസ്സിലായോ? അങ്ങനെ എഴുതി ഇട്ടിട്ട് എന്ത് ചെയ്യണം? ഇതിൽ ആരാ മുകളിൽ ആരാ താഴെ നോക്കണം. അപ്പൊ മുകളിലുള്ളവർ ഇലക്ട്രോണിനെ കൊടുക്കുന്നു, ലൂസ് ചെയ്യുന്നു, നഷ്ടപ്പെടുത്തുന്നു. അങ്ങനെ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്ന പ്രോസസ്സിനെ നമ്മൾ ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണം എന്ന് വിളിക്കുന്നു. പറഞ്ഞേ, ലോസ് ഓഫ് ഇലക്ട്രോൺ. ലോസ് ഓഫ് ഇലക്ട്രോൺ, ലോസ് ഓഫ് ഇലക്ട്രോണിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നു. ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തിയാൽ അവരെ നമ്മൾ ഓക്സീകരണം എന്നും, ഇലക്ട്രോണെ കൈനീട്ടി വാങ്ങുന്നവനെ റിഡക്ഷൻ എന്നും നിരോക്സീകരണം എന്നും പറയുന്നു. ഇലക്ട്രോണെ വാങ്ങുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് നിരോക്സീകരണം അഥവാ ഗെയിനിങ് ഓഫ് ഇലക്ട്രോണിനെ പറയുന്ന പേരാണ് റിഡക്ഷൻ. അപ്പോൾ മെഗ്നീഷ്യവും സിങ്കും എടുത്താൽ മെഗ്നീഷ്യം കൊടുക്കും, സിങ്ക് വാങ്ങും. അപ്പൊ മെഗ്നീഷ്യം എന്താ? ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആളാണ്. സിങ്ക് ആരാ? റിഡക്ഷൻ സംഭവിക്കുന്ന ആളാണ്. ആണോടെ? ഓക്സിഡേഷനും റിഡക്ഷനും. അതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്. ലോസ് ഓഫ് ഇലക്ട്രോണെ നമ്മൾ ഓക്സിഡേഷൻ എന്നും ഗെയിനിങ് ഓഫ് ഇലക്ട്രോണെ റിഡക്ഷൻ എന്നും പറയുന്നു. ഇലക്ട്രോണെ നഷ്ടപ്പെടുന്ന പ്രവർത്തനത്തിനെ ഓക്സീകരണം എന്നും ഇലക്ട്രോണിനെ നേടുന്ന പ്രവർത്തനത്തിനെ എന്തെന്നും വിളിക്കുന്നു? നിരോക്സീകരണം എന്നും വിളിക്കുന്നു. ഇത് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് അടുത്തതിലോട്ട് പോകാൻ പറ്റുള്ളൂ. സെറ്റല്ലേ? അടുത്തതിലോട്ട് പോവാമോ? അപ്പം ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടെൻഷൻ അടിക്കണം. ഒരു പകുതി മനസ്സിലായാൽ മതി ഇത്. ഓക്കെ, അടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് ഫുള്ളി അത് മനസ്സിലാവും. ആ പ്രോസസ്സ് പേര് മനസ്സിലാക്കുക, മുകളിലുള്ള ഒരു ഇലക്ട്രോണെ കളയുമെന്ന് പഠിക്കുക. ഓക്കെ, ശരി.
ഇതാണ് നമ്മുടെ ഈ ചാപ്റ്ററിനെ നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി വാങ്ങുമ്പോൾ നമ്മൾ 2 സെല്ലിനെ കുറിച്ചാണ് പഠിക്കുക. ഒരു ഗാൽവനിക് സെല്ലും ഒരു ഇലക്ട്രോളിറ്റിക് സെല്ലും. നമ്മൾ ഫിസിക്സിൽ മൈക്രോഫോണും ലൗഡ് സ്പീക്കറൊക്കെ പഠിച്ച് കുറേ ഡിഫറൻസ് ഒക്കെ പഠിച്ചിട്ടില്ലേ? അതുപോലെ ഗാൽവനിക് സെല്ലും ഇലക്ട്രോളിറ്റിക് സെല്ലും. എന്തൊക്കെയാ മക്കളെ? ഗാൽവനിക് സെല്ലും ഇലക്ട്രോളിറ്റിക് സെല്ലും. അതിന് മെയിൻ ഡിഫറൻസ് അതിൻ്റെ എനർജി ചേഞ്ച് ആണ്. പിന്നെ നമ്മൾ പറയും ഗാൽവനിക് സെൽ ആണെങ്കിൽ 2 ബീക്കർ കാണും, ഇലക്ട്രോളിറ്റിക് സെൽ ആണെങ്കിൽ 1 ബീക്കറേ കാണുള്ളൂ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഗാൽവനിക് സെല്ലാണേ മക്കളെ ഇത്. ഗാൽവനിക് സെൽ ഞാൻ പറഞ്ഞത് 2 ബീക്കർ ഉണ്ടാവും. ആ 2 ബീക്കറിലും 2 സൊല്യൂഷൻസ് കാണും. ആ സൊല്യൂഷൻസിലോട്ട് 2 കമ്പ് ഇങ്ങനെ ഇറക്കി വെക്കും. അതിനെ നമ്മൾ റോഡ് എന്ന് വിളിക്കും. ഇവരെ കണക്ട് ചെയ്തുകൊണ്ടൊരു വോൾട്ടിമീറ്റർ ഉണ്ട്. ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് വേറെ ആളുണ്ട്, അതാണ് സോൾട്ട് ബ്രിഡ്ജ്. നിങ്ങൾക്ക് കാണാവോ ഫിഗർ? ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? ശരി. അപ്പൊ നോക്കി മക്കളെ, ബീക്കറുണ്ട്. ബീക്കറിനകത്ത് എന്തുണ്ട്? ഏതോ ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ ആണ് ആര്? സിങ്ക്. ഓക്കെ, കാണാലോ അല്ലെ? സിങ്ക്. ഇനി അടുത്ത എന്താ? സിങ്ക്. അടുത്ത ഇവിടെ ആരാ? ഒരു സൊല്യൂഷൻ ഉണ്ട്, കോപ്പർ. ആ സൊല്യൂഷൻ ആണ് ആര്? കോപ്പർ സൾഫേറ്റ്. കണ്ടോ? സിങ്കിനെ സിങ്ക് സൾഫേറ്റിൽ മുക്കി വെച്ചേക്കുന്നു, കോപ്പറിനെ കോപ്പർ സൾഫേറ്റിൽ മുക്കി വെച്ചു. നമ്മൾ പുതിയൊരു നമ്മളിപ്പോൾ എല്ലാ കോൺട്രാസ്റ്റ് ബ്ലൗസ് എന്താണ് ടോപ്പും പാൻറ്റും ഒക്കെ ഇടുന്നത്. എന്നാലും നമ്മൾ എന്താ, നമ്മൾ പെയറായിട്ടൊരു പാൻറ്റും ചുരിദാറും വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ടോപ്പിൻ്റെ കൂടെ നമ്മൾ പാൻസ് ഇടുള്ളൂ അല്ലെ? അതുപോലെ സിങ്ക് ഏതിലെ ഡിപ്പ് ചെയ്യാവൂ? സിങ്ക് സൾഫേറ്റ്. കോപ്പർ ഏതിലെ ഡിപ്പ് ചെയ്യാവൂ? കോപ്പർ സൾഫേറ്റ്. ഇതെല്ലാം പടം വരച്ചിട്ട് എന്തിനാ മിസ് ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, പരീക്ഷയ്ക്ക് ഇവർ ഇത്രയും ഫിഗർ ഒന്നും തരത്തില്ല. ഇവർ കുറേ ആൾക്കാർ ഇങ്ങനെ കോമ 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 എന്ന് കുറേ ആൾക്കാരെ തരും. ഇവരെ വെച്ചൊരു ഗാൽവനിക് സെൽ നിർമ്മിക്കാൻ പറയും. അങ്ങനെ ഗാൽവനിക് സെൽ നിർമ്മിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൽ ആരെയൊക്കെ സെലക്ട് ചെയ്യുന്നതാണ്. നമ്മൾ യൂത്ത് ഫെസ്റ്റിവലിന് പ്രോഗ്രാം നടക്കുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്തില്ലേ ആരെയൊക്കെ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഡാൻസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ തിരുവാതിര കളിക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുമല്ലേ ഹൈറ്റ് എല്ലാം കറക്റ്റ് ആവുന്ന, അല്ലെങ്കിൽ സൈസ് എല്ലാം, അല്ലെങ്കിൽ ഒരുപോലെ കളിക്കുന്ന, ഒരേപോലെ മെയ്വഴക്കമുള്ള എല്ലാവരെയും കൂടി നമ്മൾ ഒരു പേരാക്കും അല്ലെ? അപ്പൊ അവർ കുറേ ആൾക്കാരെ ഇങ്ങനെ തന്നിരിക്കുമ്പോൾ ആദ്യം നമ്മുടെ ജോലി അതിൽ നിന്ന് രണ്ട് ആൾക്കാരെ എടുക്കുക, 2 പേരിനെ എടുക്കുക. അപ്പൊ ഒരു റോഡ് കാണാം, അതൊരു സൊല്യൂഷനിൽ വയ്ക്കണം. ഒരു റോഡ് കാണും, അതിനൊരു സൊല്യൂഷനിൽ വയ്ക്കണം. അപ്പൊ ഈ പേര് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, നിങ്ങൾ അതിൽ നിന്ന് സിങ്ക് എടുത്താൽ അതിന്റെ കൂടെ സിങ്ക് സൾഫേറ്റ്, സിങ്ക് നൈട്രേറ്റ്, അങ്ങനെ ഏതെങ്കിലും സിങ്ക് ഉള്ള സൊല്യൂഷൻ എടുക്കാവൂ. കോപ്പർ എടുത്താൽ കോപ്പർ, അതിന്റെ കൂടെയുള്ള ഏതെങ്കിലും ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. പറഞ്ഞ മനസ്സിലായി? കോപ്പർ സൾഫേറ്റ് അത് എപ്പോഴും നമുക്ക് അറിയാവുന്നതാണ് മിസ് എന്ന് പറയും. പക്ഷെ നമ്മൾ തെറ്റിക്കും, അതാണ് നമ്മൾ അല്ലെ? അപ്പൊ സിങ്ക് സൾഫേറ്റ്, കോപ്പർ സൾഫേറ്റ്. അപ്പൊ പിന്നെ ബാക്കി വെള്ളം കാണും. വെള്ളം കാണും, വയർ കാണും, വോൾട്ടിമീറ്റർ കാണും. അതെല്ലാം നമുക്ക് അറിയാമായിരിക്കും. പക്ഷെ നമ്മുടെ പ്രശ്നം ഇതാണ്, ഇവർ സിങ്ക് സൾഫേറ്റ് തരും, സിൽവർ തരും, കോപ്പർ സൾഫേറ്റ് തരും. അപ്പൊ നമ്മൾ ആയിരിക്കും സിങ്ക് സിൽവർ ഒരുപോലെയാണല്ലേ? അപ്പൊ സിങ്ക് സൾഫേറ്റിലും സിൽവറിനെ കോപ്പർ സൾഫേറ്റിൽ ഇടാന്ന് വിചാരിക്കരുത്. ഒരു റോഡ് എടുത്താൽ അതിന്റെ സൊല്യൂഷൻ, അടുത്ത റോഡ് എടുത്താൽ അതിന്റെ ഏത് റോഡ്? നമ്മൾ റോഡല്ല, റോഡ് ദണ്ട്. സിങ്ക് ദണ്ട് എടുത്താൽ സിങ്ക് സൾഫേറ്റ് ലായനിയിൽ, കോപ്പർ ദണ്ട് എടുത്താൽ കോപ്പർ സൾഫേറ്റ് ലായനിയിൽ. അങ്ങനെ നമ്മളൊരു ഗാൽവനിക് സെൽ ഉണ്ടാക്കുന്നു. ഓക്കെ, അങ്ങനെ ഗാൽവനിക് സെൽ ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ള ആൾ ആരാ മക്കളെ? സിങ്കും കോപ്പറും ആയിരുന്നു അല്ലെ? നമ്മൾ റിയാക്ടിവിറ്റി സീരീസിൽ നോക്കും മക്കളെ, സിങ്ക് എവിടെയാ കിടക്കുന്നേ? സിങ്ക് ഇവിടെ കാണാമോ നിങ്ങൾക്ക്? അടുത്തേ കോപ്പർ എവിടെയാ? ഇവിടെ. ഇനി എൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞേ, സിങ്കും കോപ്പറും ഉണ്ട്. ആര് ഇലക്ട്രോണിനെ കൊടുക്കും? പെട്ടെന്ന് പറഞ്ഞോ, മോളിൽ നിന്ന് ബോൾ താഴോട്ടിട്. സിങ്ക് മോളിൽ നിന്ന് ഇലക്ട്രോണിനെ താഴോട്ടിടും. അപ്പൊ പാവം കോപ്പർ ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞാൽ താഴെ ഇരുന്ന് കോപ്പർ വാങ്ങും. അപ്പൊ സിങ്കിന് എന്ത് സംഭവിക്കും? ഓക്സീകരണം സംഭവിക്കും. കോപ്പറിന് എന്ത് സംഭവിക്കും? നിരോക്സീകരണം സംഭവിക്കും. മനസ്സിലായോടെ? ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിക്കോ, നമ്മളെ ഗാൽവനിക് സെല്ലേ. ആ ഗാൽവനിക് സെല്ലിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഗാൽവനിക് സെല്ലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇനി ഏത് സെല്ലായാലും ഓക്സീകരണം നടക്കുന്ന സെല്ലിനെ നമ്മൾ ആനോഡ് എന്നും നിരോക്സീകരണം നടക്കുന്നതിനെ കാഥോഡ് എന്നും വിളിക്കുന്നു. ഒന്നും കൂടി, ലോസ് ഓഫ് ഓക്സിഡേഷൻ നടക്കുന്ന ആ ഇലക്ട്രോഡിനെ നമ്മൾ ആനോഡ് എന്നും, റിഡക്ഷൻ എവിടെയാണോ നടക്കുന്നത് അതിനെ നമ്മൾ എന്തെന്നും വിളിക്കും? കാഥോഡ് എന്നും വിളിക്കും. ഓർമ്മിച്ചേ, ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡില്, റിഡക്ഷൻ നടക്കുന്നത് കാഥോഡില്. അപ്പൊ ഇനി ഞാനൊരു ഗാൽവനിക് സെല്ല് വരയ്ക്കുമ്പോൾ ഞാനൊരു കോഡ് പറയാൻ പോവാണേ. ആ കോഡാണ് ലോൺ. ഓക്കെ,
ലോൺ എടുക്കാൻ പോവുകയാണോ മിസ് എന്നാ ചോദിക്കുന്നത്. ലോൺ നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വാക്കാണ് ലോൺ അല്ലേ. അപ്പൊ ലോണ് അതിൽ എൽ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മലയാളം മീഡിയംകാരുടെ കൂടി ഇതൊന്ന് പഠിക്കണേ. എൽ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുക. പറഞ്ഞ മനസ്സിലായോ? അടുത്ത ഓ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിഡേഷൻ. ലോസ് ഓഫ് ഇലക്ട്രോണിനെ നമ്മൾ ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നു. ഇനി ഓക്സിഡേഷൻ നടക്കുന്ന സ്ഥലമാണ് ആനോഡ്. അപ്പൊ ലോണിലെ ലോ കിട്ടിയ ലോസ് ഓഫ് ഇലക്ട്രോൺ, ഓക്സിഡേഷൻ, ആനോഡ്. ആൻഡ് എൻ ഫോർ നെഗറ്റീവ്. എന്താണ്? നെഗറ്റീവ് ആണ്. പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിച്ചോണേ, ഈ എൻ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാൽവനിക് സെല്ലിന് മാത്രമാണ്. ഗാൽവനിക് സെല്ലാകുമ്പോൾ മാത്രമാണ് ആനോഡ് നെഗറ്റീവ്. അടുത്ത സെല്ല് വരുമ്പോൾ ആനോഡ് പോസിറ്റീവ് ആകും. പക്ഷെ ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. ലോസ് ഓഫ് ഇലക്ട്രോൺ നടക്കുന്നത് ആനോഡിലാണ്. ആനോഡ് നെഗറ്റീവ് ആണ്. എവിടെ? ഗാൽവനിക് സെല്ലിൽ. ഇനി എല്ലിന് വേറൊരു ഷോർട്ട് ഫോം കൂടി ഉണ്ട് കേട്ടോ, ലെഫ്റ്റ് ആണെന്ന്. അതായത് നമ്മൾ ഗാൽവനിക് സെല്ല് വരയ്ക്കുമ്പോൾ ഓക്സിഡേഷൻ നടക്കുന്ന ആളെ നമ്മൾ എപ്പോഴും ലെഫ്റ്റിലാണ് വരയ്ക്കാറ്. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? അപ്പൊ നോക്കണം മക്കളെ, ഗാൽവനിക് സെൽ ഇതാണ്. സിങ്ക് ദണ്ട് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ വച്ചിരിക്കുന്നു. കോപ്പർ സൾഫേറ്റ് ലായനിയിൽ വെച്ചിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ എന്തുണ്ടാവും? ഒരു രാസോർജ്ജമാണ് അല്ലെ, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും. അതിന്റെ ഭാഗമായിട്ട് സിങ്ക് എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ കൊടുത്തു. ആര് വാങ്ങി? കോപ്പർ വാങ്ങി. അപ്പൊ അവിടെ ഒരു ഇലക്ട്രോണിന്റെ ഫ്ലോ വന്നില്ലേ? ഫിസിക്സിൽ നമ്മൾ പഠിച്ചു, ഇലക്ട്രോൺ ഫ്ലോ ചെയ്താൽ അവിടെ കറണ്ട് ഉണ്ടാവില്ലേ? ഉണ്ടാവും. അതായത് ഇവിടെ രാസ ഊർജം വൈദ്യുതോർജമായിട്ട് മാറി. കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറി. 1 മാർക്ക് ചോദ്യം. ഗാൽവനിക് സെല്ലിലെ എനർജി ചേഞ്ച് എന്താ ഗാൽവനിക് സെല്ലിലെ എനർജി ചേഞ്ച്? രാസോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ഗാൽവനിക് സെല്ലിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിൽ A ചോദ്യം ഇതായിരിക്കും, വാട്ട് ഈസ് ദ എനർജി ചേഞ്ച്? A അല്ലെങ്കിൽ D ചോദ്യം ഇതായിരിക്കും, വാട്ട് ഈസ് ദ എനർജി ചേഞ്ച്? രാസോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അപ്പോൾ ഒരു ഗാൽവനിക് സെല്ല് നിർമ്മിക്കാൻ നമുക്കറിയാം. ഇനി ഗാൽവനിക് സെല്ല് വരയ്ക്കാൻ പറയുമ്പോൾ ഒരു ബീക്കർ, അതിലൊരു റോഡ്, അടുത്ത ബീക്കർ, അതിലൊരു റോഡ്, ആ റോഡിനെ കണക്ട് ചെയ്തുകൊണ്ടൊരു വോൾട്ട് മീറ്റർ, പിന്നെ ഒരു സോൾട്ട് ബ്രിഡ്ജും കൂടി ഉണ്ട്. ആരാ മക്കളെ? സോൾട്ട് ബ്രിഡ്ജിൻ്റെ നമ്മൾ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി വെക്കാൻ വേണ്ടിയാണ് നമ്മൾ സോൾട്ട് ബ്രിഡ്ജ് വയ്ക്കുന്നത്. അതൊക്കെ പഠിക്കണം നമ്മൾ. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞു. ഇലക്ട്രോണിന്റെ പ്രവാഹ ദിശയിലെ ഡയറക്ഷൻ നോക്കിക്കോണം, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. കേട്ടോ? ഇനിയാണ് ഇനി പരീക്ഷയിൽ ചോദിക്കുന്ന സ്ഥിരം ക്വസ്റ്റ്യൻ. ഗാൽവനിക് സെൽ അഥവാ ഇവർ ഈ ഫിഗർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ അവർ എന്തെങ്കിലും ഒന്ന് തെറ്റിച്ചു തരും. അതായത് സിങ്കിന്റെ താഴെ കോപ്പർ സൾഫേറ്റ് വയ്ക്കും, കോപ്പറിന്റെ താഴെ സിങ്ക് സൾഫേറ്റ് വയ്ക്കും, ഇലക്ട്രോണിന്റെ ദിശ മാറ്റി തരും, സോൾട്ട് ബ്രിഡ്ജ് വയ്ക്കത്തില്ല, എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എല്ലാം ഉണ്ട്, സൊല്യൂഷൻ എല്ലാം ഉണ്ട് എന്ന് നമ്മൾ പറയും. അങ്ങനെ അല്ല, നോക്കണം ആരുടെ കൂടെയാ നിൽക്കുന്നതെന്ന്. സിങ്ക് സൾഫേറ്റിന്റെ കൂടെ ആണോ, കോപ്പർ സൾഫേറ്റിന്റെ കൂടെ ആണോ നോക്കണം. ഇലക്ട്രോണിന്റെ ദിശ സിങ്കിൽ നിന്ന് കോപ്പറിലോട്ടാണോ നോക്കണം. സോൾട്ട് ബ്രിഡ്ജ് ഉണ്ടോ നോക്കണം. അവർ തമ്മിൽ കണക്ട് ചെയ്ത് വോൾട്ടിമീറ്റർ ആണോ അമ്മീറ്റർ ആണോ നോക്കണം. അയ്യോ, അങ്ങനെ ചോദിക്കോ? ചോദിക്കൂല. എന്നാലും പഠിച്ചു വെച്ചേക്ക്. എന്താ വയ്ക്കുന്നത്? വോൾട്ടിമീറ്റർ ആണ്. മനസ്സിലായോ? ഇനി റിയാക്ഷൻ ആണ്. നമുക്കറിയാം ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് റിയാക്ഷൻ ആണ്? ലോസിങ് ഓഫ് ഇലക്ട്രോൺ ആണ് അല്ലെ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ലോസിങ് ഓഫ് ഇലക്ട്രോൺ ആണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതും? ഇലക്ട്രോൺ നഷ്ടപ്പെടുവല്ലേ, അപ്പൊ അതൊരു അയോൺ ആയിട്ട് മാറൂലേ? മാറും. അപ്പൊ നോക്കടാ, എപ്പോഴും ഓക്സിഡേഷന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ ഇടതുവശത്ത് ആറ്റവും വലതുവശത്ത് എന്തുമായിരിക്കും? അയോൺസ് ആയിരിക്കും. എപ്പോഴും അല്ല, എന്നാലും. ഓക്കെ, അപ്പൊ നോക്കുക, സിങ്ക് ഗീവ്സ് Zn2++ 2 ഇലക്ട്രോൺ. ഈ 2 ഇലക്ട്രോൺ ആര് വാങ്ങും? കോപ്പർ വാങ്ങി റെഡ്യൂസ് ചെയ്ത് കോപ്പറായിട്ട് വാങ്ങിയിരിക്കും. അപ്പൊ Cu ആയിട്ട് മാറും. ഓക്കെ, ഇതിന് മുമ്പ് ഇതിനിടയ്ക്ക് ചോദിച്ചെന്ന ക്വസ്റ്റ്യൻ കുറെ കഴിയുമ്പോൾ ഈ കോപ്പർ സൾഫേറ്റ് നീല നിറവില്ലേ, അതങ്ങ് മാറിപ്പോവും. എന്തുകൊണ്ടാണെന്ന് ഇതിനല്ല, നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പഠിക്കും. ജസ്റ്റ് ഇവിടെ പറഞ്ഞേ ഉള്ളൂ. അത് Cu2+ അളവ് കുറയുന്നത് കൊണ്ടാണ്. പരീക്ഷയ്ക്കാണ് ഓർമ്മിച്ച് ചോദിച്ചാൽ Cu2+ അയോൺ ആണ് കോപ്പർ സൾഫേറ്റിന് നീല നിറം തരാൻ കാരണം. അപ്പൊ Cu2+ അളവ് കുറയും തോറും കോപ്പർ സൾഫേറ്റ് നീല നിറം കുറഞ്ഞു വരും. നമ്മൾ ആദേശ രാസപ്രവർത്തനത്തിൽ പറയുന്ന ഒരു ഇക്വേഷൻ ആണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് ഗാൽവനിക് സെല്ലിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഗാൽവനിക് സെല്ല് മേഡ് ചെയ്യാൻ ചോദിച്ചാൽ, നമ്മൾ വരയ്ക്കാൻ ചോദിച്ചാൽ, ഒരു മൂലകം, ഒരു ദണ്ട്, അതിൻ്റെ ഒരു ലായിനി, വേറൊരു ദണ്ട്, അതിൻ്റെ ഒരു ലായിനി, ആ ദണ്ടുകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടൊരു വോൾട്ട് മീറ്റർ, പിന്നെ ഒരു സോൾട്ട് ബ്രിഡ്ജ്. മനസ്സിലായോ? ആനോഡില് ആര്,
കാഥോഡിൽ ആര്, അതിനാണ് 2 മാർക്ക്. ആനോഡിലെ റിയാക്ഷൻ എഴുതുന്നതിനും കാഥോഡിലെ റിയാക്ഷൻ എഴുതുന്നതിനും ഓരോ മാർക്ക് വീതമായിരിക്കും. മിക്കവാറും പരീക്ഷയിൽ ചോദിക്കുന്ന ഈ ഫിഗർ തന്നിട്ടായിരിക്കും ഒന്നുകിൽ തെറ്റിതിരുത്താൻ അല്ലെങ്കിൽ ആനോഡ് കാഥോഡിലെ റിയാക്ഷൻ ചെയ്യാൻ കേട്ടാ. അപ്പൊ അവർ ഈ ഞാൻ നേരത്തെ മെറ്റീരിയൽസ് തരുമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ മെറ്റീരിയൽസ് തരുന്ന സമയത്ത് കോപ്പർ വയറൊക്കെ കാണും. നമുക്ക് എന്തിനാ ഈ കോപ്പർ വയർ എന്ന് വിചാരിക്കല്, ഇവരെ തമ്മിൽ കണക്ട് ചെയ്യാനാണ് കേട്ടോ. അപ്പൊ അതെല്ലാം കൂടെ വെച്ച് സുന്ദരമായിട്ടൊരു പടമൊക്കെ വരച്ചങ്ങ് വെക്കണം. ഓക്കെ, വെറുതെ എങ്കിലും ടീച്ചേഴ്സ് വിചാരിക്കട്ടെ നമ്മൾ ഭയങ്കര സംഭവമാണെന്ന്. ആ ഫിഗർ ഒന്നും തെറ്റിക്കരുത്, ഇലക്ട്രോണിന്റെ ദിശ വരയ്ക്കാൻ മറക്കരുത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് എന്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്, ഗാൽവനിക് സെൽ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോലിറ്റിക് സെല്ലാണ്. മക്കളെ പറഞ്ഞേ, ഗാൽവനിക് സെല്ലിൽ എന്ത് ഊർജം എന്തായിട്ട് മാറി? രാസ-ഊർജം വൈദ്യുത ഊർജമായിട്ട് മാറി. രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ട് വൈദ്യുതി ഊർജമായിട്ട് മാറി. എന്നാൽ ഇലക്ട്രോലിറ്റിക് സെല്ല് നേരെ തിരിച്ച് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കും, അപ്പൊ അവിടെ രാസപ്രവർത്തനം നടക്കും. ഇലക്ട്രിസിറ്റി കൊടുക്കും, രാസപ്രവർത്തനം നടക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെയും ഓക്സിഡേഷനും നടക്കും, റിഡക്ഷനും നടക്കും. ഓക്സിഡേഷൻ നടക്കുന്ന സ്ഥലം ആനോഡ്, റിഡക്ഷൻ നടക്കുന്ന സ്ഥലം കാഥോഡ്. പക്ഷേ ഇവിടെ ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവും ആയിരിക്കും. മറന്നു പോകരുതേ, നമ്മൾ നേരത്തെ ഒരു ലോണ് പഠിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഗാൽവനിക് സെല്ലിന് മാത്രമാണെന്ന്. ലോസിങ് ഓഫ് ഇലക്ട്രോൺ, ഓക്സിഡേഷൻ ആണ്, ആനോഡിൽ നടക്കും, പക്ഷേ നെഗറ്റീവ് ആണ്. ആര്? ഗാൽവനിക് സെല്ലിൽ. ഈ മിസ് എന്തൊക്കെയായി പറയണേ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയല്ലോ എന്നൊന്ന് വിചാരിക്കല്ലേ മക്കളെ. ഗാൽവനിക് സെല്ലില് ഓക്സിഡേഷൻ, ആനോഡ് നെഗറ്റീവ്. എന്നാൽ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ ഗാൽവനിക് സെല്ല് മാത്രം പഠിച്ചു വെക്കാം, ഇലക്ട്രോലൈറ്റിക് സെല്ല് നേരെ ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിനെ പഠിപ്പിക്കാം. ഓക്കെ, അപ്പൊ തെറ്റില്ല. അപ്പൊ നോക്കടാ, ഇതാണ് നമ്മുടെ ഇലക്ട്രോലൈറ്റിക് സെല്ല്. കാരണം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഡിഫറൻസ് അറിയുന്ന ഇവിടെ ഒരു ബീക്കറേ ഉള്ളൂ, മറ്റത് 2 ബീക്കറുണ്ട് കേട്ടോ. ഓക്കെ, ഇത് ആനോഡ് മക്കളെ, ആനോഡ് പോസിറ്റീവായിട്ട് ഇനിയിപ്പോ സെല്ലിന്റെ പോസിറ്റീവ് ഏത് നെഗറ്റീവ് ഏതെന്ന് ചോദിക്കല്ലേ. വലിയ വരെ പോസിറ്റീവ്, ചെറിയ വരെ നെഗറ്റീവ്. ഇവിടെ ഒരു കാഥോഡ് ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലിന് 3 സാധനങ്ങൾ വേണം. ആനോഡ് വേണം, കാഥോഡ് വേണം, ഒരൊറ്റ ഇലക്ട്രോലൈറ്റ് മതി. കാരണം നമുക്ക് 2 ബീക്കർ ഇല്ല, ഒരു ബീക്കറേ ഉള്ളൂ. അപ്പോൾ ഒരു ഇലക്ട്രോലൈറ്റ് കേട്ടോ. ഇലക്ട്രോലൈറ്റ് എന്തൊക്കെയാണെന്ന് അറിയാലോ, വൈദ്യുതി കടത്തി വിടുമ്പോൾ ഡിസോസിയേറ്റ് ചെയ്യുന്ന മോളിക്യൂൾസ് നമ്മൾ പറഞ്ഞ പേരാണ് ഇലക്ട്രോലൈറ്റ്. മോൾട്ടൺ ആവാം, അക്വസ് ആവാം, അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല, ശ്രദ്ധിക്കാം. അപ്പൊ അതിൽ ആനോഡ് പോസിറ്റീവ്, കാഥോഡ് നെഗറ്റീവ്. ഓക്കെ, ഇനി ഇതിന് നമുക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു കുസൃതി ചോദ്യമാണ്. കുസൃതി ചോദ്യം അല്ല, എന്നാൽ നല്ലൊരു ചോദ്യമാണ്. 2 സംഭവങ്ങൾ തരും. NaCl, ഉപ്പ്, സോഡിയം ക്ലോറൈഡ്, ഇതിന്റെ ഇലക്ട്രോളിസിസ് ആണ് ചോദ്യം. ആരുടെയാ? NaClന്റെ ഇലക്ട്രോളിസിസ് ആണ് ചോദ്യം. 2 NaCl ഉണ്ട് നമുക്ക് പഠിക്കാൻ. ഒന്ന് ഉരുകിയ NaCl, ഒന്ന് ജലീയ NaCl. ഒന്ന് മോൾട്ടൺ NaCl, ഒന്ന് അക്വസ് അല്ലെങ്കിൽ സൊല്യൂഷൻ. ശ്രദ്ധിച്ചോണേ, ഞാൻ പറയാൻ പോവാണേ. മോൾട്ടൺ എന്ന് പറഞ്ഞാൽ രണ്ടും ലിക്വിഡ് സ്റ്റേറ്റിലാണ് നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്യുന്നത്. പക്ഷെ മോൾട്ടൺ എന്ന് പറയുമ്പോൾ അത് ഉരുകിയതാ, അതിനകത്ത് വെള്ളമൊന്നും ചേർക്കണ്ട. ഉരുകി അതിനെ നമ്മൾ സോഡിയം ക്ലോറിനെ ഉരുക്കി വെള്ളമാക്കിയതാ. എന്നാൽ അക്വസ് അല്ലെങ്കിൽ ജലീയ ലായനിയാണെങ്കിൽ നമ്മൾ വെള്ളം ഇട്ട് കലക്കിയതാ. അപ്പൊ അതിനകത്ത് ആരും കൂടി വരും? വെള്ളവും കൂടി വരും. മറ്റേ മോൾട്ടൺ ആണെങ്കിൽ NaCl മാത്രമേ ഉള്ളൂ. അപ്പൊ പരീക്ഷയിൽ ചോദിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം നമ്മൾ 1 മാർക്കുള്ള ചോദ്യത്തിൽ ചോദിക്കുന്നതാണ്. നമുക്ക് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ആ ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് തോന്നുന്നു. എന്താണ്? ഉരുകിയ NaCl വൈദ്യുതി വിശ്ലേഷണം നടക്കുമ്പോൾ ആരെ ആനോഡ് കിട്ടും, ആരെ കാഥോഡ് കിട്ടും. ഓക്കെ, അപ്പൊ ഇതിനെ ഞാനൊന്ന് ബ്രീഫ് ചെയ്തിട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമുക്ക് കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങൾ പഠിക്കാം. ഉരുകിയ NaCl ആയാലും ജലീയ NaCl ആയാലും ആനോഡിൽ നമുക്ക് എപ്പോഴും ക്ലോറിനെ കിട്ടും. ആനോഡിൽ ആരെ കിട്ടുള്ളൂ? ക്ലോറിനെ കിട്ടുള്ളൂ. പഠിച്ചേ, ആരെയാ? മോൾട്ടൺ NaCl ആയാലും അക്വസ് അല്ലെങ്കിൽ NaCl സൊല്യൂഷൻ ആയാലും ആനോഡിൽ നമ്മൾ എപ്പോഴും ആരെ കിട്ടുള്ളൂ? ക്ലോറിനെ കിട്ടുള്ളൂ. ഓക്കെ, ആ ക്ലോറിൻ പഠിക്കണം, അതിന്റെ ഇക്വേഷനും പഠിക്കണം. ഓക്കെ, ഇനി കാഥോഡ് മോൾട്ടൺ NaCl ആവുമ്പോൾ ആലോചിച്ചേ, എയും Cl മാത്രമേ ഉള്ളൂ. Na പ്ലസും NaClന്റെ ഡീകമ്പോസിഷൻ ഒന്നും അറിഞ്ഞുണ്ടെങ്കിൽ പിന്നെ പത്തി പഠിക്കണ്ട. NaCl ഡീകമ്പോസസ് ടു Na പ്ലസ് ആൻഡ് Cl മൈനസ്. നമ്മൾ 9 തൊട്ട് പഠിക്കുന്ന NaCl ഒരു പരീക്ഷ ചോദിച്ചിടാ മക്കളെ, NaCl അടങ്ങിയിരിക്കുന്ന അയോണുകൾ ഏത്? എല്ലാരും ഞെട്ടി, എന്തോ അയോണ്, നമ്മളാകെ ക്ലോറിന് ഹൈഡ്രജനൊക്കെ അല്ലേ പഠിച്ചിട്ടുള്ളൂ എന്ന്. അല്ല, NaCl സ്പ്ലിറ്റ് Naയും Cl, Na പ്ലസും Cl മൈനസും. അത് ആക്ച്വലി ആ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവരുടെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അവിടെ നമ്മൾ പകച്ചുപോയി. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോ, NaCl ആരൊക്കെയാ ഉള്ളത്?
Na പ്ലസും Cl മൈനസും. മോൾട്ടൺ NaCl എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? മോൾട്ടൺ NaCl എന്ന് പറഞ്ഞാൽ NaCl മാത്രമല്ല നമ്മൾ ഉരുക്കി എടുത്തതാ. അപ്പോൾ അത് Na പ്ലസും കാണും Cl മൈനസും കാണും. ഈ Cl മൈനസ് അല്ലേ ആനോഡിൽ വീണത്? പിന്നെ ആര് മാത്രമേ ഉള്ളൂ? Na മാത്രമേ ഉള്ളൂ. അപ്പോൾ കാഥോഡിൽ ആരേ കിട്ടുള്ളൂ? Na കിട്ടുള്ളൂ. ഇത്രയും പഠിച്ചാൽ മതി. മോൾട്ടൺ NaCl ആണെങ്കിൽ ആനോഡിൽ ക്ലോറിൻ കിട്ടും, കാഥോഡിൽ സോഡിയം കിട്ടും. നിങ്ങൾ വേറെ ഒന്നും ചോദിക്കില്ല. ചോദിക്കുന്ന ആനോഡിൽ ആര്, കാഥോഡിൽ ഏത്, ആനോഡിലെ റിയാക്ഷൻ, കാഥോഡിലെ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ആ റിയാക്ഷൻ അടക്കം പഠിക്കണം. ഇനി എന്ത് പറ്റും അക്വസ് എത്തുമ്പോൾ Na പ്ലസ് ഉണ്ട്, Cl മൈനസ് ഉണ്ട്, വാട്ടർ ഡീകമ്പോസ് ചെയ്ത ഹൈഡ്രോണിയം അയോൺ ഉണ്ട്, OH മൈനസ് ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അവർ തമ്മിലൊരു മത്സരം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആനോഡിൽ നമുക്ക് ക്ലോറിനെ തന്നെ കിട്ടും. ക്ലോറിനെ ജയിക്കാനാവില്ല മക്കളെ, ക്ലോറിൻ തന്നെ കിട്ടും. പക്ഷേ കാഥോഡിൽ ആര് കിട്ടില്ല? സോഡിയത്തിനെ തോപ്പിച്ചുകൊണ്ട് ആര് വരും? നമ്മുടെ ഹൈഡ്രജൻ വരും. മനസ്സിലായോ? അപ്പോൾ NaClന്റെ ജലീയ ലായനിയാണ് എങ്കിൽ, അക്വസ് സൊല്യൂഷൻ ആണ് എങ്കിൽ എന്ത് കിട്ടും? ആനോഡിൽ എപ്പോഴും ക്ലോറിനും കാഥോഡിൽ ആരെ കിട്ടും മക്കളെ? ഹൈഡ്രജനെയും കിട്ടും. മനസ്സിലായേ? ഇത് നമുക്ക് 1 മാർക്കിന് ചോദിക്കാം, അല്ല എങ്കിൽ 2 മാർക്കുള്ള ക്വസ്റ്റ്യൻ വരെ ചോദിക്കാം. 3 മാർക്കിനാണെങ്കിൽ ഉറപ്പായിട്ട് അവർ ഇക്വേഷൻ ചോദിക്കും. കേട്ടല്ലോ? അപ്പോൾ ഈ ഇക്വേഷൻ കൂടെ ചെയ്തിട്ട് വേണം പഠിച്ചത്. നമ്മൾ ടെക്സ്റ്റിലുള്ള ഇക്വേഷൻ ആണ് പഠിക്കുക. ഇനി അടുത്തത് ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലേ? നമ്മൾ നല്ല വളരെ ഭംഗിയായിട്ടൊക്കെ ഇപ്പോൾ സ്വർണ്ണം മാലയിൽ നിന്ന് വാങ്ങിച്ച് ഇത്രയും വില അല്ലേ, 60,000 63,000 വിലയുള്ള നമ്മൾ സ്വർണ്ണം ആരാ വാങ്ങാൻ പോകുന്നത് അല്ലേ? നമ്മളെല്ലാം സ്വർണ്ണം ഇലക്ട്രോപ്ലേറ്റിംഗ്, സ്വർണ്ണം പൂശിയ ആഭരണങ്ങൾ എല്ലായിടത്തും കിട്ടും. അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? അതാണ് കുറച്ചും കൂടി നമ്മളിപ്പോൾ കംഫർട്ട് ആൻഡ് സ്റ്റൈൽ അല്ലേ? അപ്പോൾ അതേ സ്വർണ്ണമൊക്കെ എടുത്ത് വലിച്ചു വാരിയിട്ടുകൊണ്ട് പോണേക്കെ കാലമൊക്കെ പോയി അല്ലേ? അപ്പോൾ ഈ ഗോൾഡ് പ്ലേറ്റഡ് ഇതുണ്ട് അല്ലേ, ഓർണമെന്റ്സ് ഉണ്ട്. ആ പ്രോസസ്സാണ് എന്തെന്ന് പറഞ്ഞാൽ മക്കളെ ഇലക്ട്രോപ്ലേറ്റിംഗ്. നമ്മൾ 8 തൊട്ട് ഇലക്ട്രോപ്ലേറ്റിംഗ് പഠിക്കുന്നതാണ്. ഒരു ലോഹത്തിന്റെ മേലെ മറ്റൊരു ലോഹം ആവരണം ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. എന്തുപയോഗിച്ച്? വൈദ്യുതി ഉപയോഗിച്ച്. ഒരു മെറ്റലിന്റെ മേലെ വേറൊരു മെറ്റൽ ക്ലോട്ട് ചെയ്യുന്നു. എന്തുപയോഗിച്ച്? ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച്. അതിനെ നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയും. ഇനി ഇതിൽ ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധിച്ചോളാം. എന്തിലാണോ നമുക്ക് പൂശേണ്ടത് അതിനെ നമ്മൾ എപ്പോഴും നെഗറ്റീവിലോട്ട് കണക്ട് ചെയ്യും. ഏതാണോ പൂശേണ്ടത് അതിനെ നമ്മൾ പോസിറ്റീവായ ആനോഡിലേക്ക് കണക്ട് ചെയ്യും. അതാണ് നമുക്കിവിടെ പഠിക്കേണ്ട കാര്യം. മനസ്സിലായല്ലോ? എനിക്കിവിടെ അയൺ ബാങ്കിലുണ്ട്. ഈ അയൺ ബാങ്കിളിൽ എനിക്ക് കോപ്പർ പൂശണം. അപ്പം ഞാൻ ഈ നെഗറ്റീവിലോട്ട് ആരെ കണക്ട് ചെയ്തേക്കുന്നേ? അയണിനെ. പോസിറ്റീവിലോട്ട് ആരാ കണക്ട് ചെയ്യിക്കുന്നേ? കോപ്പറിനെ. കഥ അവിടെയല്ല. ഞാൻ ഏത് സൊല്യൂഷനാണ് കൊടുത്തേക്കുന്നേ? എനിക്ക് ഏത് സൊല്യൂഷൻ ആണോ ആവരണം ചെയ്യിക്കേണ്ടത് ആ സൊല്യൂഷനാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്ക് അയൺ വളയില്, അയൺ റിങ്ങില് എനിക്ക് കോപ്പർ പൂശണം. അപ്പൊ ഞാൻ കോപ്പറാണ് എനിക്ക് പൂശേണ്ടതെങ്കിൽ ഞാൻ ഏത് സൊല്യൂഷൻ ഉപയോഗിക്കണം? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉപയോഗിക്കണം. ഗോൾഡ് ആണ് പൂശേണ്ടതെങ്കിൽ ഗോൾഡിന്റെ സൊല്യൂഷൻ ഉപയോഗിക്കണം. സിൽവർ ആണ് പൂശേണ്ടതെങ്കിൽ സിൽവറിന്റെ ലൈനി ഉപയോഗിക്കണം. നമ്മൾ ടെക്സ്റ്റിൽ അടുത്ത വശത്ത് ഒരു പേജ് കൊടുത്തിട്ടുണ്ട്. ഗോൾഡും സിൽവറും ആണെങ്കിൽ നമ്മൾ ഏത് സൊല്യൂഷൻ ഉപയോഗിക്കുന്നു? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ. ഗോൾഡ് ആണ് നമുക്ക് ലേബൽ ചെയ്യേണ്ടതെങ്കിൽ, സിൽവർ ആണ് ലേബൽ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഏത് സൊല്യൂഷൻ ഉപയോഗിക്കും? അപ്പോൾ ഇലക്ട്രോപ്ലേറ്റിംഗ് ശ്രദ്ധിക്കേണ്ട 3 ആൾക്കാരെയാണ്. ഒന്ന്, നമ്മൾ എപ്പോഴും ഏതിലാണോ പൂശേണ്ടത് അതിന് നെഗറ്റീവ്, ഏതാണോ പൂശേണ്ടത് അത് പോസിറ്റീവ്, ഏതാണോ സൊല്യൂഷൻ, ഏതാണോ പൂശേണ്ടത് ആ സൊല്യൂഷൻ നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഇനി ഇതിന്റെ ഇക്വേഷൻ പഠിക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. കാരണം 2 സെയിം ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി എന്ന് പറഞ്ഞാൽ തെറ്റിക്കണമെന്നല്ല പറഞ്ഞത്. ഓക്കെ, ശരി. ആനോഡില് Cu gives Cu2++ ഇലക്ട്രോൺ, ഓക്സിഡേഷൻ നടക്കുന്നു. കാഥോഡില് Cu2++2 ഇലക്ട്രോൺ gives Cu. ഓക്കെ, അപ്പൊ Cuയിൽ വന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും, Cuന്ന് Cu താഴോട്ട് പോകും. അങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഏത് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്? നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഗാൽവനിക് സെല്ല്, ഇലക്ട്രോലൈറ്റിക് സെല്ല്, ഇലക്ട്രോപ്ലേറ്റിംഗ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട പാഠത്തിലേക്ക് വരികയാണ്. പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽ അല്ലേ? നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ചാപ്റ്റർ, പക്ഷേ കമ്പാരിറ്റീവ്ലി കുറച്ച് മാർക്ക് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽ ജസ്റ്റ് റാപ്പിഡ്. ഓക്കെ, ആദ്യം നമ്മൾ ഓർ എന്താണെന്നും മിനറൽസ് എന്താണെന്നും ഒരു മിനറൽ ഓർ ആവാൻ വേണ്ട റിക്വയർമെന്റ്സ് എന്താണെന്നും ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കിയിട്ട് പോവാം. പിന്നെ നമ്മൾ പഠിക്കുന്ന ഓരോ ഓറിന്റെ പേരുകളാണ്. അലൂമിനിയത്തിൽ നമ്മൾ പഠിക്കുന്ന ഓർ
ബോക്സൈറ്റ് അലൂമിനിയത്തിന്റെ ഓറാണ് ബോക്സൈറ്റ്. അയണിന്റെ ഓറാണ്, രണ്ടുപേരെ നമ്മൾ ഇപ്പൊ പഠിക്കും. ഏതൊക്കെ? മാഗ്നറ്റൈറ്റും ഹെമറ്റൈറ്റും. ആരൊക്കെയാ? മാഗ്നറ്റൈറ്റും ഹെമറ്റൈറ്റും. പിന്നെ പഠിക്കുന്ന കോപ്പറിന്റെ ആണ്, കോപ്പർ പൈറിറ്റിസം കുപ്രൈറ്റ്. അത് പിന്നെ രണ്ടിലും കോപ്പർ ഉള്ളത് നമ്മൾ കണ്ടുപിടിക്കും. സിങ്ക് കലാമിൻ, സിങ്കിൻ്റെത് സിങ്ക് ബ്ലെൻഡും കലാമിനും. ബ്ലെൻഡ് നമുക്ക് കിട്ടും കാരണം സിങ്ക് കൂടെ ഉള്ളതുകൊണ്ട്. ചോദിക്കുന്നത് കലാമിനായിരിക്കെ. കലാമിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത് ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. കലാമിൻ എന്ന് പറയുന്ന അയിരിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത്? സിങ്ക് ആണ്. ഇനി നമുക്കിതിൽ 2-3 പേരെ ഞാനൊന്ന് മാർക്ക് ചെയ്ത് വിടുവാണേ. സിങ്ക് സൾഫൈഡ്, അതൊരു സൾഫൈഡ് ഓറാണ്, സൾഫർ ഉള്ള ഓറാണേ. കോപ്പർ പൈറിറ്റിസം ഒരു സൾഫർ ഉള്ള ഓറാണ്. ഇത് എന്തിനാ ഇപ്പം മിസ് ഇങ്ങനെ പറഞ്ഞു ചോദിക്കും, അത് കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിലുള്ള പോർഷനാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഓറും ലോഹങ്ങളും അതിൻ്റെ ഓറും പറ്റുമെങ്കിൽ ഇഫ് യു ക്യാൻ ആ ഇക്വേഷൻസ് കൂടി ഒന്ന് പഠിച്ചു വയ്ക്കാം കേട്ടോ. ആ ഓറ് പഠിക്കാൻ പറ്റുന്നവർ ഫുള്ള് എന്തായാലും ഓറ് എല്ലാവരും പഠിക്കണം. പറ്റുന്നവർ ആ ഇക്വേഷൻ കൂടി ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ശരി. അപ്പം നമ്മൾ ലോഹത്തിന്റെ കുറിച്ച് പറയുകയാണ്. നമ്മൾ കുറേ പ്രോസസ്സുകൾ പഠിക്കുക ഇതിൽ. അപ്പോൾ എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റിൽ ഇങ്ങനെ പാരഗ്രാഫ് ആയിട്ട് കൊടുത്തിരുന്ന സാധനം നമ്മൾ അതിനെ 3 to 4 പോയിന്റ്സ് ആയിട്ട് മാറുക. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും നമുക്ക് അതിൽ നിന്ന് ഉത്തരങ്ങൾ എഴുതാൻ പറ്റണം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്നാണ് പറയുന്നത് അല്ലെ. അയിരിനെ സാന്ദ്രണം ചെയ്യുന്ന രീതിയെ കുറിച്ചാണ് പറയുന്നത്. അതിൽ 4 മെത്തേഡ്സ് പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ 2 മെത്തേഡ് ഒരുമിച്ച് പഠിക്കണം, അടുത്ത 2 ഓരോന്ന് പഠിക്കണം. അപ്പൊ അതിൽ ആദ്യത്തെ 2 മെത്തേഡിനെ കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത്. അതിനു മുമ്പ് പ്രധാനമായിട്ട് ഗ്യാങ് എന്ത്? അപദ്രവ്യ അല്ലെ. അയിരുണ്ട്, ആയിരത്തിൽ കുറേ അടുക്ക ഇമ്പ്യൂരിറ്റീസ് എല്ലാം ഉണ്ട്. ഈ ഇമ്പ്യൂരിറ്റീസ് നമ്മൾ ഗ്യാങ് അഥവാ അപദ്രവ്യം എന്ന് വിളിക്കും. അപദ്രവ്യം കുറച്ച് സ്ഥലങ്ങളിൽ നമ്മൾ അപദ്രവ്യം എന്ന് പറയുന്നുള്ളൂ. ബാക്കി എല്ലായിടത്തും മലയാളം മീഡിയത്തിൽ ഗ്യാങ് എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാലും ആ 2 വാക്കും പഠിക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ ലോഹമുണ്ട്, ലോഹത്തിന്റെ അയിരിൽ ഒരുപാട് അഴുക്ക ഇമ്പ്യൂരിറ്റീസ് എല്ലാം ഉണ്ട്. ആ ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ ഗ്യാങ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ സാന്ദ്രണം ചെയ്യുന്നത് നമ്മുടെ ഗ്യാങ്ങിൻ്റെയോ അയിരിൻ്റെയോ സ്വഭാവത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അയിര് അപദ്രവ്യം, അയിര് ഓറ് ഗ്യാങ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ആദ്യത്തെ പ്രോസസ്സാണ് ലെവിഗേഷൻ അഥവാ ജലപ്രവാഹത്തിൽ കഴുകൽ. രണ്ടാമത്തത് എന്താണ്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ അഥവാ പ്ലവന പ്രക്രിയ. അപ്പൊ ഇത് 2 ഞാൻ ഒരുമിച്ച് പഠിക്കണമെന്ന് പറഞ്ഞാൽ ഇത് 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. എന്നെ മനസ്സിലായോ? ഇതിന്റെ ഓപ്പോസിറ്റ് പ്രോപ്പർട്ടീസ് വരുന്നവരെയാണ് നമ്മൾ ഇവർ തമ്മിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് 2 എപ്പോഴും ഒരുമിച്ച് പഠിക്കണമെന്നും പരീക്ഷയ്ക്ക് എപ്പോഴും ഇത് 2 ചോദിക്കുന്നത്, ഡിഫറൻസ് ആക്കി വെച്ചിട്ട് ചോദിക്കുന്നത്. അപ്പൊ ലെവിഗേഷൻ എന്ന് പറഞ്ഞാൽ ലെവിഗേഷനും ഉണ്ട്, ഫ്രോത്ത് ഫ്ലോട്ടേഷനും ഉണ്ട്. ലെവിഗേഷനിൽ നമ്മൾ ഓറിന് ഡെൻസിറ്റി കൂടുതലായിരിക്കും. ലെവിഗേഷന് ഓറിന് ഡെൻസിറ്റി കൂടുതലായിരിക്കും. ഫ്രോത്ത് ഫ്ലോട്ടേഷനിൽ ഓറിന് ഡെൻസിറ്റി കുറവായിരിക്കും. അപ്പൊ ലെവിഗേഷനിൽ ഓറ് അയിരിന് ഡെൻസിറ്റി കൂടുതലായിരിക്കും. നമ്മൾ ഭയങ്കര ഫോഴ്സുള്ള ജലപ്രവാഹത്തിൽ ഇങ്ങനെ കഴി എല്ലാം എടുക്കുമ്പോൾ ഡെൻസിറ്റി കൂടിയ നമ്മുടെ ഓറ് താഴെ വന്ന് കിടക്കും. ഇമ്പ്യൂരിറ്റീസ് എല്ലാം കൂടെ മുകളിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ നമുക്ക് ഇമ്പ്യൂരിറ്റീസിന് എന്ത് ചെയ്യാം? മാറ്റി കളഞ്ഞിട്ട് നമുക്ക് ഓറിനെ മാത്രം എടുക്കാം. അതെവിടെ? ലെവിഗേഷൻ അഥവാ ജലപ്രവാഹത്തിൽ കഴുകലിൽ. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ജലപ്രവാഹത്തിൽ കഴുകൽ നമ്മൾ ചെയ്യണമെങ്കിൽ അയിരിന് സാന്ദ്രത കൂടുതലും ഇമ്പ്യൂരിറ്റിക്ക് സാന്ദ്രത കുറവ്. ഇവരെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മൾ അയിര് താഴെ വന്ന് കിടക്കും, ഓർ എന്ത് ചെയ്യും? മുകളിൽ കിടക്കും. കാരണം അവർക്ക് ഡെൻസിറ്റി കുറവാ. അപ്പൊ നമ്മൾ ഈ ഇമ്പ്യൂരിറ്റീസ് എല്ലാം മാറ്റി വരുമ്പോൾ നമുക്ക് അയിരിനെ കിട്ടും. അയിരിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, ഇത് ചെയ്യുന്നത് സ്വർണത്തിന്റെ അയിരിനാണ് ഈ മെത്തേഡ് ചെയ്യുന്നത്. ഇത് എക്സാമ്പിൾ പറയാൻ കാരണം എക്സാമ്പിൾ പഠിക്കാം. കാരണം അവർ എക്സാമ്പിൾ തന്നിട്ട് നമ്മൾ കാൽസിനേഷൻ റോസ്റ്റിംഗ് കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചപ്പോൾ നിങ്ങൾക്കറിയാം നമുക്ക് എന്താ എക്സാമ്പിൾ വെച്ചിട്ടാണ് നമുക്ക് അവരോട് ചോദിച്ചത്. അവർ നമുക്ക് ചോദിച്ചത്. അപ്പം സ്വർണത്തിന്റെ അയിരിനെ സാന്ദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏത്? തീർന്നു. ബാക്കിയെല്ലാം നമുക്കറിയാം. എക്സാമ്പിൾ അറിഞ്ഞൂടാ. കിട്ടുമോ മാർക്ക്? ഇല്ല. പക്ഷെ ഇനി നമുക്ക് കിട്ടും. നമുക്കറിയാം സ്വർണത്തിന്റെ അയിരിനെ സാന്ദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? ലെവിഗേഷൻ അഥവാ ജലപ്രവാഹത്തിൽ കഴുകലാണ്. അടുത്തത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഇവിടെ അയിരിന് സാന്ദ്രത കുറവും ഇമ്പ്യൂരിറ്റിക്ക് സാന്ദ്രത കൂടുതലും, അപദ്രവ്യത്തിന് സാന്ദ്രത കൂടുതലും. നമ്മൾ പൈൻ ഓയിലൊക്കെ ഒഴിച്ച് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്ത് സോപ്പ് പൊടി കലക്കും പോലെ കലക്കി കഴിയുമ്പോൾ സോപ്പിന്റെ മുകളിൽ എന്ത് വരും മക്കളെ? പത വരും, ഫ്രോത്ത് വരും. അപ്പൊ എന്താ ഇവിടെ നമ്മൾ പറഞ്ഞത്? നമ്മൾ അയിരിന് സാന്ദ്രത കുറവും അപദ്രവ്യത്തിന് സാന്ദ്രത കൂടുതലും. അപ്പൊ നമ്മൾ ഇതിനെ പൈൻ ഓയിലൊക്കെ വെച്ച് ഇങ്ങനെ കലക്കി എടുത്ത് വരുമ്പോ
ഏറ്റവും മുകളിൽ എന്ത് വരും? പത വരും. ആ പതയിലായിരിക്കും ആരിയ്ക്കുന്നേ? നമ്മുടെ സാന്ദ്രത കുറഞ്ഞ അയിര് വന്നിരിക്കുന്നത്. ആ പതയെ നമ്മളിങ്ങനെ കോരിയെടുക്കും. കോരിയൊന്നും എടുക്കില്ല, കെമിക്കൽ പ്രോസസ്സ് വഴി എടുക്കുമ്പോഴത്തേക്കും അതിൽ അയിരിനെ കിട്ടും. അയിരിനെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്യൂരിഫൈ ചെയ്ത് നമുക്ക് ലോഹമായിട്ട് മാറ്റാൻ പറ്റും. അപ്പൊ ഫ്ലോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞാൽ സാന്ദ്രണം കുറഞ്ഞത് ആർക്കായിരിക്കും? സാന്ദ്രത കുറഞ്ഞത് ആർക്കായിരിക്കും? നമ്മുടെ അയിരിനും. സാന്ദ്രത കൂടുതൽ ആരായിരിക്കും? നമ്മളെ അപദ്രവ്യത്തിനും. ഇതുകൊണ്ടാണ് ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കണം എന്ന് പറഞ്ഞത്. മൂന്നാമത്തത് ആ പേരിൽ തന്നെ ഒരു എക്സാമ്പിൾ. ഫ്ലോത്ത് ഫ്ലോട്ടേഷൻ ചെയ്യുന്നത് ആർക്ക്? എപ്പോൾ? എങ്ങനെ? സൾഫൈഡ് ഓർ. എന്താടാ മക്കളെ? സൾഫൈഡ് ഓർ. ഇപ്പൊ ആരുടെയെങ്കിലും 2-3 പേരെ മുഖത്തെങ്കിലും ഒരു ചിരി വന്നിട്ടുണ്ടായിരിക്കും. സൾഫൈഡ് ഓർ ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു? നമ്മൾ നേരത്തെ പറഞ്ഞു സൾഫൈഡ് ഓർ എന്ന് പറഞ്ഞു അല്ലെ? ഞാൻ സിംഗിൾ ബെൻഡൊക്കെ സൾഫൈഡ് ഓർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള സൾഫൈഡ് ഓറുകളെ സാന്ദ്രണം ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഫ്ലോത്ത് ഫ്ലോട്ടേഷൻ അഥവാ പ്ലവന പ്രക്രിയ. ഒരുപാട് പ്രാവശ്യം ഈ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സൾഫൈഡ് ഓറിനെ സാന്ദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏത്? ഫ്ലോത്ത് ഫ്ലോട്ടേഷൻ. ഏതാ മക്കളെ? ഫ്ലോത്ത് ഫ്ലോട്ടേഷൻ അഥവാ പ്ലവന പ്രക്രിയ. മൂന്നാമത്തത് കാന്തിക വിഭജനം. നിങ്ങളുടെ മനസ്സിൽ ആ പടം വരണം. നമ്മൾ മില്ലിൽ പൊടിക്കാൻ പോകുമ്പോൾ നമ്മുടെ ഇതിന്റെ ബെൽറ്റിന്റെ പടം വരണം. അത് ഒരു പടം നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. ഓക്കെ, ഒരു കൺവെയർ ബെൽറ്റിൽ കൂടി നമ്മൾ ഇതിനെ കടത്തി വിടും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ കണ്ടീഷൻ ഇതാണ്: ഒന്നുകിൽ അയിര് അല്ലെങ്കിൽ ലോഹം, ഒന്നുകിൽ അയിര് അല്ലെങ്കിൽ അപദ്രവ്യം കാന്തിക സ്വഭാവം ഉള്ളവരായിരിക്കണം. അയിര് തന്നെ വേണമെന്നില്ല, അപദ്രവ്യവും വേണമെന്നില്ല. ഏതെങ്കിലും ഒന്നേ പാടുള്ളൂ. ഒന്നുകിൽ അയിര് അല്ലെങ്കിൽ അപദ്രവ്യം എന്ത് സ്വഭാവമുള്ളവരായിരിക്കണം? കാന്തിക സ്വഭാവമുള്ളവരായിരിക്കണം. അവരെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് കാന്തിക വിഭജനം. ചോദിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ ടിൻ സ്റ്റോൺ. ഏതാ മക്കളെ? ടിൻ സ്റ്റോണും അയൺ ടെൻസ്റ്റേറ്റും. ടിൻ സ്റ്റോൺ ആണ് മിക്കവാറും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ടിൻ സ്റ്റോണിനെ സെപ്പറേറ്റ് ചെയ്യാം. കാരണം അയൺ വരുമ്പോൾ നമുക്ക് കാന്തിക സ്വഭാവമാണെന്ന് കുറച്ച് പേർക്കെങ്കിലും ചിന്തിക്കും. പിന്നെ മിസ്സേ നമ്മൾ ഇതൊക്കെ തന്നെ ചിന്തിക്കാൻ പോണേന്ന് അല്ലേ? എന്നാ ചിന്തിക്കണം. അയൺ വന്നാൽ അത് കാന്തിക വിഭജനം ആയിരിക്കും. എന്നാൽ ടിൻ സ്റ്റോൺ കണ്ടാൽ നമ്മൾ ഡൗട്ട് വരും. ടിൻ മാഗ്നറ്റിക് അല്ലല്ലോ. അല്ല, ടിന്നിന്റെ ഇമ്പ്യൂരിറ്റി ആണ് മാഗ്നറ്റിക്. ഓക്കെ, അപ്പൊ ടിൻ സ്റ്റോണിനെ സാന്ദ്രണം ചെയ്യാൻ നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിക്കണം? മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിക്കണം. എന്ത് ഉപയോഗിക്കണം ഇവിടെ? മാഗ്നറ്റിക് സെപ്പറേഷൻ അഥവാ കാന്തിക വിഭജനം. അപ്പൊ 3 ആയേ. നാലാമത്തത് ലീച്ചി. ലീച്ചി നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഇവിടെ പഠിക്കും. ഏറ്റവും പ്രത്യേകത, ഒരു രാസപ്രവർത്തനത്തിൽ നടക്കുന്ന ഒരേ ഒരു സാന്ദ്രണ മെത്തേഡാണ് ഇത്, ലീച്ചി. നമ്മളൊരു സോൾവെന്റ് ഉപയോഗിക്കും, ഒരു ലായകം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ആര്? ലീച്ചി. എല്ലാവരും മുഖത്തൊരു ചിരി വന്നു. എന്തുകൊണ്ടാ മക്കളെ? നമ്മൾ പഠിച്ചു ബോക്സൈറ്റിനെ സാന്ദ്രണം ചെയ്യുന്ന മെത്തേഡാണ് ലീച്ചി. വേറെ ഒന്നും അറിഞ്ഞൂടെങ്കിൽ ഈ പാഠത്തിൽ നമുക്ക് അതെങ്കിലും അറിയാം. അറിഞ്ഞൂടെ? അറിയണം. ബോക്സൈറ്റിനെ സാന്ദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ലീച്ചി. കേട്ടോ, നമ്മൾ ഇനി കുറച്ചങ്ങോട്ട് പഠിക്കുമ്പോൾ ഞാൻ ചോദിക്കും. അപ്പൊ ബോക്സൈറ്റിനെ സാന്ദ്രണം ചെയ്യുന്ന മെത്തേഡാണ് ലീച്ചിങ്. ടിൻ സ്റ്റോണിനെ കാന്തിക വിഭജനം, സൾഫൈഡ് ഓറുകളെ ഫ്ലോത്ത് ഫ്ലോട്ടേഷൻ പ്ലവന പ്രക്രിയ, സൾഫൈഡ് ഏതാണ്? ഗോൾഡിന്റെ ഓറിനെ ലെവിഗേഷൻ അഥവാ ജലപ്രവാഹത്തിൽ കഴുകൽ. പറഞ്ഞ മനസ്സിലായോ? സംശയമില്ലല്ലോ. അടുത്തിലോട്ട് പോകാം. അപ്പൊ നമ്മൾ സാന്ദ്രണം ചെയ്തേ. നമ്മുടെ കയ്യിലിരിക്കുന്നത് സാന്ദ്രീകരിച്ച അയിരാണ്. സാന്ദ്രീകരിച്ച അയിര്. ഈ അയിരിനെ നമ്മളിന് കുറേ പ്രോസസ്സ് വിധേയമാക്കിയാണ് നമുക്ക് പ്യുവർ മെറ്റൽ കിട്ടുന്നത്. അപ്പൊ ഈ സാന്ദ്രീകരിച്ച അയിരിനെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് അതിനെ ഓക്സൈഡ് ആക്കി മാറ്റും. എന്താക്കി മാറ്റും മക്കളെ? ഓക്സൈഡ് ആക്കി മാറ്റും. പിന്നെ അതിന് ഓക്സൈഡിനെ മാറ്റും. ഓക്സൈഡ് ആക്കി മാറ്റും, പിന്നെ അതിനെ നിരോക്സീകരിക്കും. എന്തൊക്കെ ചെയ്യണോ അല്ലേ നമ്മള്? അപ്പൊ നമ്മൾ അടുത്ത് അതിനെ ഓക്സൈഡിലോട്ട് മാറ്റാൻ പോവാണ്. നമ്മളെ ക്രിസ്മസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ് എന്നല്ല അവർ ചോദിക്കുന്നത്. അവർ ഓരോ എക്സാമ്പിൾ ഒക്കെ തരും, എന്നിട്ട് നമുക്കിട്ട് പണി തരും. അപ്പൊ നമുക്ക് കാൽസിനേഷനും റോസ്റ്റിംഗും. എന്താ മക്കളെ? കാൽസിനേഷനും റോസ്റ്റിംഗും അല്ലെ? മുട്ട റോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കത്തിക്കണം, ഓക്സിജൻ വേണം. ടീച്ചർ ഇപ്പൊ എന്തിനാ മുട്ട റോസ്റ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞെന്നായിരിക്കും ചോദിക്കുന്നത് അല്ലേ? റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാന്ദ്രീകരിച്ച അയിനെ ചൂടാക്കും. എന്തിന്റെ സാന്നിധ്യത്തിൽ? ഓക്സിജന്റെ സാന്നിധ്യത്തിൽ ചൂടാക്കുന്നത് കൊണ്ട് അത് റോസ്റ്റിംഗ്. അതാണ് മുട്ട റോസ്റ്റ്. കത്തിക്കണം, ഓക്സിജൻ വേണം. അപ്പൊ ഓക്സിജൻ ഉണ്ടെങ്കിലേ കത്തിച്ചാൽ അത് റോസ്റ്റിംഗ്. ഓക്സിജൻ ഇല്ലെങ്കിൽ അത് കാൽസിനേഷൻ. കറുത്തു പോവും. ഓക്സിജൻ കത്തിക്കാൻ നമ്മൾ കത്തിക്കാതിരുന്ന കത്താൻ പറ്റുമോ? നമുക്ക് റോസ്റ്റ് കിട്ടുമോ? ഇല്ല. അപ്പൊ റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ പ്രസൻസിൽ ചൂടാക്കുന്നത് റോസ്റ്റിംഗും ഓക്സിജന്റെ ആബ്സെൻസിൽ ചൂടാക്കുന്നത് കാൽസിനേഷൻ. സാധാരണ നമ്മൾ ഇംഗ്ലീഷിൽ ഞാൻ പറയും കാൽസിനേഷനിലെ ഈ എ ഓർമ്മിച്ച് വെക്കാൻ പറയും. ഈ എ എന്ന് പറഞ്ഞാൽ എന്താ? ആബ്സെൻസ്. എയറിന്റെ ആബ്സെൻസിൽ എന്ന് പറയും കേട്ടോ. അപ്പൊ എങ്ങനെ വേണമെങ്കിലും പഠിക്കാം.
ഓക്കെ, എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. അപ്പൊ കാൽസിനേഷനും റോസ്റ്റിങ്ങും. ആബ്സെൻസ് ഓഫ് എയർ ആണെങ്കിൽ അത് കാൽസ്യം, വായുവിന്റെ അസാന്നിധ്യത്തിൽ കാൽസിനേഷൻ, വായുവിന്റെ സാന്നിധ്യത്തിൽ റോസ്റ്റിംഗ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഓക്സിജനൊക്കെ ആക്കി മാറ്റി. ഇനി ഇതിനെ കൊണ്ട് ഓക്സിജൻ എല്ലാം ഇവിടെ നിന്ന് മാറ്റണം. ചുമ്മാ ഇരുന്നതിന് ഓക്സിജൻ ആക്കി മാറ്റുകയും ചെയ്തു. ഇനി ഇവിടെ നിന്ന് എല്ലാ ഓക്സിജനെ നമുക്ക് മാറ്റണം. അങ്ങനെ ഓക്സിജനെ മാറ്റുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് നിരോക്സീകരണം. ഓക്കെ, ഇനി ചോദ്യം, ഇവിടെ നിരോക്സീകരിക്കാൻ നമ്മൾ ആരെയൊക്കെ ഉപയോഗിക്കുന്നു? കേട്ടോ, ശ്രദ്ധിച്ചോണേ മക്കളെ. ക്രിയാശീലം വളരെ കുറഞ്ഞ പാവം നമ്മുടെ മൂലകങ്ങളാണ് എങ്കിൽ അവരെ നിരോക്സീകരിക്കാൻ നമ്മൾ കാർബൺ മോണോക്സൈഡ് ഒക്കെ ഉപയോഗിക്കും. ആരെയാണ്? കാർബൺ മോണോക്സൈഡ് ഒക്കെ ഉപയോഗിക്കും. ആരെ? ക്രിയാശീലം വളരെ കുറഞ്ഞ ലോഹങ്ങളെ. ക്രിയാശീലം വളരെ കുറഞ്ഞ ലോഹങ്ങളെ നിരോക്സീകരിക്കാൻ നമ്മൾ കാർബൺ മോണോക്സൈഡോ ഉപയോഗിക്കും. എന്നാലോ ക്രിയാശീല ശ്രേണി കൂടിയ വലിയ പുള്ളികൾ, അവരെ നമുക്ക് നിരോക്സീകരിക്കണമെങ്കിൽ കാർബൺ മോണോക്സൈഡ് വിചാരിച്ചാൽ നടക്കൂല. അവൻ താൻ വരണം. ആര്? നമ്മുടെ വൈദ്യുതി. അപ്പൊ ക്രിയാശീലം കൂടിയ ലോഹങ്ങളെ എന്ത് ചെയ്യാൻ? നിരോക്സീകരിക്കാൻ നമ്മുടെ ആര് വരും? വൈദ്യുതി വരും. നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ ചോദ്യം, കാൽഷ്യത്തിനെയൊക്കെ നിരോക്സീകരിക്കാൻ ആര് ഉപയോഗിച്ചു എന്നുള്ള ചോദ്യം. ഇലക്ട്രിസിറ്റി. ആരാണ്? വൈദ്യുതി. അപ്പൊ നമ്മൾ സാന്ദ്രണം ചെയ്ത് ഓറിനെ ഓക്സൈഡ് ആക്കി. ഓക്സൈഡ് എന്ന് നിരോക്സീകരിച്ച് നമുക്ക് ലോഹത്തെ കിട്ടി. ഇനി ലോഹത്തിന് നമ്മൾ കഴുകി തളിച്ച് സുന്ദരി കുട്ടിയാക്കണം, റിഫൈൻ ചെയ്യണം, അൾട്രാ പ്യൂരിഫൈ ചെയ്യണം. ഓക്കെ, അങ്ങനെ അൾട്രാ പ്യൂരിഫൈ ചെയ്യുന്ന മെത്തേഡാണ് ലോഹ ശുദ്ധീകരണം. ഇവിടെ നമുക്ക് 3 മെത്തേഡാണ് പഠിക്കാനുള്ളത്. ആദ്യത്തെ 2 മെത്തേഡ് ഒരുപോലെ പഠിക്കുക, അടുത്ത മെത്തേഡ് ജസ്റ്റ് മാറ്റുക. ഓക്കെ, ഒന്നാമത്തെ മെത്തേഡ് ലിക്വേഷൻ അഥവാ ഉരുക്കി വേർതിരിക്കൽ. ഓക്കെ, ലിക്വേഷൻ ഉരുക്കി വേർതിരിക്കൽ, ഡിസ്റ്റിലേഷൻ സ്വേദനം. ഈ ഉരുക്കി വേർതിരിക്കലും ഡിസ്റ്റിലേഷൻ്റെയും പ്രത്യേകത 2 വാല്യൂലാണ് അവിടെ വ്യത്യാസം. ലിക്വേഷൻ എന്ന് പറഞ്ഞാൽ ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്, ദ്രവണാങ്കം കുറവ്. ഡിസ്റ്റിലേഷൻ ആണെങ്കിൽ എന്താണ്? ബോയിലിംഗ് പോയിന്റ് കുറവ്. അപ്പം ദ്രവണാങ്കം കുറവുള്ള ലോഹങ്ങളെ ചെയ്യുന്നതാണ് ലിക്വേഷൻ. തിളനില കുറവുള്ള ലോഹങ്ങളെ ചെയ്യുന്നതാണ് ഡിസ്റ്റിലേഷൻ. ഇനി ചോദിക്കുന്നത് അതല്ല, എക്സാമ്പിൾ വെച്ച്. ലഡു തിന്നപ്പോൾ എനിക്ക് വെള്ളം ദാഹിച്ചു. ലെഡ് ടിന്ന്. ലഡു തിന്നപ്പോൾ എനിക്ക് ലിക്വിഡ് വെള്ളം കുടിക്കേണ്ടി വന്നു. ലിക്വേഷൻ. അപ്പൊ ലിക്വേഷൻ ചെയ്യുന്നത് ലെഡിനും ടിന്നിനും. അടുത്തതിന് കോഡ് ചോദിക്കൽ എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ കോഡ് ഉണ്ടാക്കിയിട്ടില്ല, ബാക്കി കാണാൻ പഠിക്കണം. സിങ്ക് കാഡ്മിയം മെർക്കുറിക്ക് ആണെങ്കിൽ ഡിസ്റ്റിലേഷൻ, ഡിസ്റ്റിലേഷൻ. ലിക്വേഷൻ ആണെങ്കിൽ ടിന്നും ലെഡും. ഇനി അടുത്തത് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. നമ്മളെ കോപ്പർ, സിൽവർ, ഗോൾഡിനെയൊക്കെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഏത്? ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് അഥവാ വൈദ്യുത വിശ്ലേഷണം. ഓക്കെ, നമ്മുടെ ഇലക്ട്രോ പ്ലേറ്റിങ്ങിന് ഒരു ഫിഗർ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ചാപ്റ്ററിലെ കുറേ ഇങ്ങനത്തെ കോളം ഉണ്ട് കേട്ടോ. ഇതുപോലത്തെ ഒരു കോളം ഉണ്ട് കുറേ. ഈ കോളങ്ങളെല്ലാം പഠിച്ചു വെക്കാം. കാരണം നമ്മൾ ഈ കഥകളെല്ലാം പറഞ്ഞ ശേഷം അവർ ഇതിനെല്ലാം ബ്രീഫ് ഒരൊറ്റ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. മിക്കവാറും ആ കോളം അവർ ചോദിക്കുന്നത്. നമുക്കൊരു ക്വസ്റ്റിനെ 3/4% മാർക്ക്, 90% മാർക്കും നമുക്ക് ആ കോളത്തിൽ നിന്ന് കിട്ടും. 1 മാർക്ക് മാത്രമേ അവർ ചോദിക്കുന്നെങ്കിലും എക്സ്ട്രാ ചോദിക്കുകയുള്ളൂ. പറഞ്ഞ് മനസ്സിലായോ? അപ്പൊ ശ്രദ്ധിക്കാം. അപ്പൊ അതിൽ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് ആണ്, കോപ്പറാണ്. ഇവിടെ കണ്ടോ നിങ്ങളെ 2 കോപ്പർ ഉണ്ട്. നമുക്ക് ശുദ്ധീകരിക്കേണ്ട കോപ്പർ ഇതാണ് നമുക്ക് ശുദ്ധ കോപ്പർ. മക്കളെ നോക്കടാ, ശുദ്ധ കോപ്പർ എന്തുമായിട്ട് കണക്ട് ചെയ്തിരിക്കും? ഇവിടെ ശുദ്ധ കോപ്പറിനെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്തിരിക്കും. ശുദ്ധീകരിക്കേണ്ട കോപ്പറിനെ എന്തുമായിട്ട് കണക്ട് ചെയ്തിരിക്കും? പോസിറ്റീവായിട്ട് കണക്ട് ചെയ്തിരിക്കും. മനസ്സിലായോ? അപ്പൊ നോക്കടാ മക്കളെ, ആനോഡ് ആരാണ്? പോസിറ്റീവ് ആണ് അല്ലേ? ശുദ്ധീകരിക്കേണ്ട കോപ്പർ. കാഥോഡ് ആരാണ്? നെഗറ്റീവ് ആണ്, ശുദ്ധമായ കോപ്പർ. മൂന്നാമത്തെ ചോദ്യം എന്താ? ഇലക്ട്രോലൈറ്റ് ആരാ? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, കോപ്പർ സൾഫേറ്റ് ലായനി. ഇനി കാനോട് നടക്കുന്ന റിയാക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, Cu gives Cu2++ 2 ഇലക്ട്രോൺ. കാഥോഡ് നടക്കുന്ന റിയാക്ഷൻ Cu2++ 2 ഇലക്ട്രോൺ gives Cu. ഞാൻ ഇവിടെ എഴുതാതെ നമ്മൾ കുറച്ച് സ്ലൈഡിന് മുമ്പിൽ അത് കൊടുത്തിട്ടുണ്ട്. കോപ്പറിന്റെ നമ്മൾ ഇലക്ട്രോളിസിസ് പഠിച്ചപ്പോൾ 2 റിയാക്ഷൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് രണ്ടും കൂടി ചെയ്യുമ്പോഴാണ് ഈ റിയാക്ഷൻ ഫിൽ ആവുന്നത്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിന്റെ അടുത്ത പോർഷനാണ് അയണിന്റെ പ്രിപ്പറേഷൻ കേട്ടോ. മക്കളെ ഇലക്ട്രോലൈറ്റ് റിഫൈനിങ് ആ ഫിഗറും ആ ബോക്സും പഠിച്ചോണം. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടേ, പഠിച്ചിട്ടേ പോവാവേ. എന്ത് പഠിച്ചില്ലെങ്കിൽ അത് പഠിച്ചിട്ടേ പോവാവേ കേട്ടോ.
എല്ലാത്തിനും എങ്ങനെ പറയും കേട്ടോ. ഓക്കെ, അടുത്ത പ്രൊഡക്ഷൻ ഓഫ് അയൺ ആണ്. അപ്പൊ നമ്മൾ അയണിന്റെ നിർമ്മാണത്തിൽ നമ്മളെ പടത്തിൽ ഒരു ഇടതുവശത്ത് ഒരു വലിയൊരു ബ്ലാസ്റ്റ് ഫർണസിന്റെ പേര് പടം കൊടുത്തിട്ടുണ്ട്, ബ്ലാസ്റ്റ് ഫർണസ് അല്ലേ. ആ അയണിനെ നമ്മൾ നിർമ്മിക്കുന്ന ബ്ലാസ്റ്റ് ഫർണസിലാണ്. ആ പേരെന്താണ് മക്കളെ? ബ്ലാസ്റ്റ് ഫർണസ് അല്ലേ. അപ്പൊ ഈ ബ്ലാസ്റ്റ് ഫർണസ് ഉണ്ട്. ആ ബ്ലാസ്റ്റ് ഫർണസിന്റെ മുകളിൽ കൂടി നമ്മൾ 3 സാധനങ്ങൾ ഇടും. എന്തൊക്കെയാ 3 സാധനങ്ങൾ ഇടുന്ന? ആരൊക്കെയാ? ഹെമറ്റൈറ്റ്, കോക്ക്, ലൈംസ്റ്റോൺ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ പാഠത്തിന്റെ ഈ പോർഷൻ കഴിയുമ്പോൾ ഒരു കോളം ഉണ്ട്. ആ കോളം പഠിച്ചാൽ അതിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് കിട്ടുന്നത്. ആ കോളമാണ് ഞാൻ കൊടുത്തേക്കുന്നത്. നമ്മൾ എന്താണ് ബ്ലാസ്റ്റ് ഫർണസിലേക്ക് നിക്ഷേപിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ ഏതൊക്കെ? റോ മെറ്റീരിയൽസ് ഫെഡ് ഇൻ ടു ദ ബ്ലാസ്റ്റ് ഫർണസ് ഏതൊക്കെയാ മക്കളെ? ഹെമറ്റൈറ്റ്, കോക്ക്, ലൈംസ്റ്റോൺ. ഏതൊക്കെയാ? ഹെമറ്റൈറ്റ്, കോക്ക്, ലൈംസ്റ്റോൺ. ഇനി ഓർ ഓഫ് അയൺ നമ്മൾ ആദ്യം പഠിച്ചപ്പോൾ ഞാൻ 2 ഓറിന്റെ പേര് പറഞ്ഞു. പെട്ടെന്ന് പറ 1 2 3 4. ഹെമറ്റൈറ്റ് ആൻഡ് മാഗ്നറ്റൈറ്റ്. പക്ഷെ മേജർ ഓർ ആരെന്ന് ചോദിച്ചാൽ ഹെമറ്റൈറ്റ് പറയണം. മേജർ ഓർ ആരാണ്? ഹെമറ്റൈറ്റ് ആണ്. അപ്പൊ ഹെമറ്റൈറ്റ് ആണ് മേജർ ഓർ. ആ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ഇടുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഹെമറ്റൈറ്റും കോക്കും ലൈംസ്റ്റോണും. ഓക്കെ, അതാ ഹെമറ്റൈറ്റ്, കോക്ക്, ചുണ്ണാമ്പ് കല്ല്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു നിരോക്സീകരിക്കാൻ, പാവം ആൾക്കാരെ നിരോക്സീകരിക്കാൻ ആരെ ഉപയോഗിക്കും? കാർബണിനെയോ കാർബൺ മോണോക്സൈഡിനോ. അപ്പൊ ഹെമറ്റൈറ്റിനെ നിരോക്സീകരിക്കാൻ ഉപയോഗിക്കുന്ന ആരെ? കാർബൺ മോണോക്സൈഡ്. പിന്നെ നമ്മൾ 3 വാക്ക് പഠിക്കണം. ഗ്യാങ്, ഫ്ലെക്സ്, സ്ലാഗ്. എന്തൊക്കെയാണ് മക്കളെ? ഗ്യാങ്, ഫ്ലെക്സ്, സ്ലാഗ് അല്ലെ. നമ്മൾ ഗ്യാങ് കൂടി നടക്കാന്ന് പറഞ്ഞാൽ നമ്മളെ അർത്ഥം എന്താ? അവര് അഴുക്ക കൂട്ടുകൂടി നടക്കുന്നതാണ് അല്ലെ. അപ്പൊ ഈ അഴുക്ക്, ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്ന വാക്കിന് അർത്ഥമാണ് എന്ത്? ഗ്യാങ്. ഓക്കെ, അതിനെ മാറ്റാൻ വേണ്ടി നമ്മൾ ചേർക്കുന്ന ആളാണ് ഫ്ലെക്സ്. ഫ്ലെക്സ് വെക്കില്ലേ നമ്മൾ? നല്ല SLCക്ക് ഫുൾ A+ ഇടുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഫുൾ A+. ഫ്ലെക്സ് വെക്കും അല്ലേ. നമ്മളത് മാറ്റാൻ വേണ്ടി നമ്മൾ നല്ലൊരു പിക്ചർ കിട്ടാൻ, നല്ലൊരു ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പൊ ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഇമ്പ്യൂരിറ്റി, അതിനെ മാറ്റാൻ വേണ്ടി നമ്മൾ ചേർക്കുന്ന ആൾക്കാര് ഫ്ലക്സ്. ഗ്യാങ്ങും ഫ്ലക്സും കൂടെ ചേരുമ്പോൾ സ്ലാഗ്. അപ്പൊ ഗ്യാങ്, ഇമ്പ്യൂരിറ്റി, ഫ്ലക്സ് നമ്മൾ ചേർക്കുന്ന ആൾക്കാര് അത് രണ്ടും കൂടി ചേരുമ്പോൾ സ്ലാഗ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും അയണിന്റെ ഹെമറ്റൈറ്റിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഗ്യാങ് ഏത്? SiO2. ഗ്യാങ് ആരാണ്? SiO2. ഫ്ലക്സ് ആരാണ്? CaO. ഓക്കെ, ഇനി സ്ലാഗ് ഏതാണ്? CaSiO3. കാൽഷ്യം സിലിക്കേറ്റ്. അതെങ്ങനെയാ കിട്ടുന്നതെന്ന് അറിയാമോ മക്കളെ? നോക്കടാ, CaO അതാണ് നമ്മുടെ ഗ്യാങ് ആണല്ലോ. ഇതാരാ? നമ്മുടെ ഫ്ലക്സ്. ഇത് രണ്ടും കൂടെ ചേർക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സ്ലാഗ് ഫോർമേഷന്റെ ഇക്വേഷൻ നോക്കണം മക്കളെ. ഈ Caനെ എടുത്ത് ഇവിടെ എഴുതുക Ca. അടുത്ത Siനെ എടുത്ത് ഇവിടെ എഴുതുക Si. ഇവിടെ ഒരു O2 ഉണ്ട്, ഇവിടെ ഒരു O ഉണ്ട്. മുഴുവൻ എത്ര O? 3 O. അപ്പം CaSiO3 കാൽഷ്യം സിലിക്കേറ്റ്. ഇത്രയാണ് അതിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഓക്കെ, ഇതൊന്ന് സ്ലോ മോഡിട്ട് ചെയ്ത് കണ്ടു നോക്കണേ. അടുത്ത നമ്മൾ അലോയി സ്റ്റീൽസ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ 3 സ്റ്റീലിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീലും നിക്രോമും. നിങ്ങൾ നോക്കി അറിയാം, നിക്രോമിലും സ്റ്റെയിൻലെസ് സ്റ്റീലും ഉള്ള ആൾക്കാരുടെ എണ്ണം സെയിം ആണല്ലോ. രണ്ടുപേരും സെയിം ആണ്. എന്നാൽ അവർ രണ്ടുപേരും ഉപയോഗിക്കുന്ന ഒരേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. എന്തുകൊണ്ട് അതാണ് ചോദ്യം അല്ലെ. അപ്പൊ നമ്മൾ എല്ലാ കറികൾക്കും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപയോഗിക്കും ഇല്ലയോടെ. ഒരു ഇത് എല്ലാത്തിനും നമ്മൾ ഉപ്പ് ഉപയോഗിക്കും, മല്ലിപ്പൊടി ഉപയോഗിക്കും, മുളക് പൊടി ഉപയോഗിക്കും അല്ലെ. എന്നാൽ എല്ലാ കറിക്കും ഒരേ അളവിലാണോ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നമ്മൾ ഇടുക? അല്ല. അതുപോലെ ഈ സ്റ്റീലുള്ള ഘടകങ്ങൾ തുല്യമാണെങ്കിലും അവരുടെ അളവ് എന്തല്ല? തുല്യമല്ല. അവരുടെ കമ്പോസിഷനിലുള്ള മാറ്റം കൊണ്ടാണ്, അവരുടെ അത് ഘടനയിലുള്ള വ്യത്യാസം കൊണ്ടാണ് അവരുടെ സ്വഭാവം എന്ത് ചെയ്യുന്നത്? മാറുന്നത്. അതാണ് ഇതിൽ നിന്ന് വരുന്ന ചോദ്യമേ. അടുത്ത നമ്മുടെ അലൂമിനിയം. പറഞ്ഞോ, പെട്ടെന്ന് പറ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പെട്ടെന്ന് പറഞ്ഞോടെ. അലൂമിനിയത്തിന്റെ ഓർ ആര്? ബോക്സൈറ്റ്. അലൂമിനിയത്തിന്റെ ഓർ ആരാണ്? ബോക്സൈറ്റ് ആണ്. അലൂമിനിയത്തിനെ എക്സ്ട്രാക്ഷൻ ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരാണ് ഹോൾ ഹെറോൾട്ട് പ്രോസസ്. ഓക്കെ, അപ്പൊ അതിന് നമ്മളൊരു ഫ്ലോ ചാർട്ട് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ബോക്സൈറ്റ് നമ്മൾ പറഞ്ഞു എന്താണ്? ബോക്സൈറ്റ് ആണ്. ബോക്സൈറ്റിനെ സാന്ദ്രണം ചെയ്യാനുള്ള മെത്തേഡാണ് ലീച്ചിങ് എന്ന് പറഞ്ഞു. ലീച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു സോൾവെന്റ് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ബോക്സൈറ്റ് ലീച്ചിങ് ഏത് സോൾവെന്റ്? ലീച്ചിങ് ഇവിടെ ഉപയോഗിക്കുന്ന സോൾവെന്റ് ഏതാണ്? NaOH ആണ്. അപ്പൊ നമ്മുടെ അലൂമിനിയത്തിന്റെ ഓറായ ബോക്സൈറ്റ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഒഴിക്കുമ്പോൾ സോഡിയം അലൂമിനേറ്റ് ആയിട്ട് മാറി. എന്തായിട്ട് മാറിയടെ? സോഡിയം അലൂമിനേറ്റ് ആയിട്ട് മാറി. ഈ സോഡിയം അലൂമിനിയം നമ്മൾ ഫിൽറ്റർ ചെയ്ത് നല്ല വൃത്തിയൊക്കെ ആക്കിയിട്ട് കുറച്ച് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്ത് കൊടുക്കും.
അപ്പോൾ കുറച്ച് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്താൽ വലിയ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ സോഡിയം അലൂമിനിയം ഫിൽട്ടർ ചെയ്ത് നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യും, അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്തിട്ട് വാട്ടറൊക്കെ ആയിട്ട് നന്നായിട്ട് ഇളക്കി മറിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടോടെ അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ കിട്ടും. ഈ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് നന്നായിട്ട് ഹീറ്റ് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പനാക്കുമ്പോൾ നമുക്ക് ആരെ കിട്ടണം, അലൂമിന. ആരാ മക്കളെ, അലൂമിന. നമ്മുടെ അലൂമിനിയത്തിന്റെ എക്സ്ട്രാക്ഷന് 2 സ്റ്റെപ്പ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് ബോക്സൈറ്റിനെ എന്തൊക്കെയോ ചെയ്ത് നമ്മൾ അലൂമിനായെ കൊണ്ടെത്തിക്കും. പിന്നെ അടുത്ത സ്റ്റെപ്പിലെ താരം അലൂമിനാണ്. ഫസ്റ്റ് ഇന്റർവെൽ വരെ നമ്മൾ വിചാരിക്കും ഒരാളാണ് ക്രൈം ചെയ്തതെന്ന് അല്ലേ. പിന്നെ ആ ക്രൈമിൽ ആ വിചാരിച്ച ആളൊന്നും ആയിരിക്കില്ല അവസാനം. അപ്പോൾ സെക്കൻഡ് ഇന്റർവെൽ തുടങ്ങുന്ന ഈ അവസാനം നമ്മൾ വിചാരിച്ച ആൾ വെച്ചിട്ടായിരിക്കും. അതുപോലെ ബോക്സൈറ്റിനെ ചെയ്ത് എവിടെ വരെ എത്തും, അലൂമിന വരെ എത്തും. ആ അലൂമിനായെ നമ്മൾ പിന്നെ എന്തോ ചെയ്യും. അതെന്ത് ചെയ്യുന്ന നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഹോൾ ഹെറോൾട്ട് പ്രോസസ്സ്, ഈ പ്രോസസ്സ് എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മൾ പറയുന്നത് ബോക്സൈറ്റിനെ ലീച്ചിങ്ങിന് വിധേയമാക്കുന്നു. അപ്പോൾ ഉപയോഗിക്കുന്ന സോൾവെന്റ് ഏത്, സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ നമുക്ക് ബോക്സൈറ്റിനെ സോഡിയം ഹൈഡ്രോക്സൈഡ് ചെയ്യുമ്പോൾ സോഡിയം അലൂമിനേറ്റ് കിട്ടും. അതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഫിൽട്ടർ ചെയ്ത് എല്ലാം ചെയ്ത് അതിനകത്തൊരു കുറച്ച് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യും. അങ്ങനെ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ കിട്ടും. അതിനെ ഫിൽട്ടർ ചെയ്ത് വാഷ് ചെയ്ത് എല്ലാവർക്കും സൂചിപ്പിച്ചെടുത്ത് നമുക്ക് ആരെ കിട്ടിയത് അവസാനം, അലൂമിനായെ കിട്ടി. ആരെ കിട്ടി, അലൂമിന. ആരാ മക്കളെ, അലൂമിന. ഇനിയാണ് നമ്മുടെ രണ്ടാമത്തെ പ്രോസസ്, ഇന്റർവെല്ലിന് കഴിഞ്ഞിട്ടുള്ള ട്വിസ്റ്റ്. ആ അലൂമിനത്തിനെ നമ്മൾ എന്ത് ചെയ്യും, വൈദ്യുത വിശ്ലേഷണം ചെയ്യും. അപ്പൊ ഇവിടെയും നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ബോക്സ് ഉണ്ട്, ബോക്സ് ആണ് താരം. ഓക്കെ, നമുക്ക് എല്ലാത്തിലും ബോക്സ് ആണ് വേണ്ടത്. ഈ ഫിഗർ നന്നായിട്ട് പഠിക്കുക. മുമ്പാണ് ഫിഗർ തന്നിട്ട് തെറ്റ് തിരുത്താനൊക്കെ ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ABCD എന്നൊക്കെ ചോദിച്ചിട്ടുള്ളത്. ഇനിയും ചോദിക്കാം, വളരെ ചാൻസ് കൂടുതലാണ്. നമ്മൾ അലൂമിനിയം അയണും വിട്ടിട്ടൊരു കളിയില്ല. ഒന്നുകിൽ അലൂമിനിയം അല്ലെങ്കിൽ അയൺ, ഇതിൽ ഏതെങ്കിലും രണ്ടായിരിക്കും നമ്മുടെ 4 മാർക്കുള്ള ക്വസ്റ്റിന് ചോദിക്കാറ്. അപ്പോൾ ഇത് പഠിക്കാം. അപ്പോൾ നമ്മൾ നോക്കി മക്കളെ, ഇതിൽ ആനോഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ കാർബൺ തണ്ടുകളെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുവാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ കാഥോഡ്. കാഥോഡ് എന്ന് പറഞ്ഞാൽ ദാ ഇവിടെ ഇങ്ങനെ കാർബൺ ലൈൻ ചെയ്തിട്ടുണ്ട്. കണ്ടോടെ, കാർബൺ ലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ കാർബൺ ലൈനിങ് ആണ് കാഥോഡ്. പിന്നെ കാർബൺ ദണ്ടുകളാണ് ആര്, ആനോഡ്. മനസ്സിലായോ? ഇനി ഇവിടെ നമ്മൾ ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഉരുകിയ ക്രയോലൈറ്റും അലൂമിനിയമാണ്. ആരൊക്കെയാണ്, ഉരുകിയ ക്രയോലൈറ്റും അലൂമിനിയം. അത് 1 മാർക്കിന്റെ ചോദ്യമാണ്. എന്തുകൊണ്ട് ക്രയോലൈറ്റ് മാത്രം ഉപയോഗിച്ചില്ല, അല്ലെങ്കിൽ ഉരുകിയ അലൂമിനിയം മാത്രം, എന്തിന് നമ്മൾ ക്രയോലൈറ്റ് ആഡ് ചെയ്തു? ഓക്കെ, മെൽറ്റിംഗ് പോയിന്റിന്റെ വ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞ മനസ്സിലായോ? അത് ശ്രദ്ധിക്കുക. അപ്പൊ കാർബൺ റോഡ് ഏതാണ്, കാർബൺ റോഡ് ആനോഡ്, കാർബൺ ലൈനിങ് കാഥോഡ്. ഓക്കെ, അപ്പൊ ചോദിച്ചിട്ട് ആനോഡ് ആരാണ്, കാഥോഡ് ആരാണ്, ഇലക്ട്രോലൈറ്റ് ആരാണ്? ഇനി ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം, കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം. ആനോഡിൽ ഓക്സിഡേഷൻ നടക്കും, കാഥോഡിൽ റിഡക്ഷൻ നടക്കും. അപ്പൊ ആനോഡ് കാർബൺ അല്ലേ മക്കളെ, അല്ലേ? ഈ കാർബൺ ഉണ്ടേ, അതിൽ എന്ത് നടക്കണം, ആനോഡിൽ എന്ത് നടക്കണം, ഓക്സിഡേഷൻ നടക്കണം. നമ്മൾ ഈ കാർബൺ ലൈനിങ് ഇല്ലേ, അവിടെ വന്ന് അലൂമിനിയം വന്ന് പറ്റിപ്പിടിച്ചിരിക്കും. ആ അലൂമിനിയത്തിനെ നമ്മൾ താഴെ വഴി എന്ത് ചെയ്യും, ഇങ്ങെടുക്കും. പറഞ്ഞ മനസ്സിലായോ? ഇനി ഇതിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ കാർബൺ തണ്ടുകൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നു. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ടായില്ലേ, ഈ ഓക്സിജൻ ഈ കാർബണുമായിട്ട് ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് അങ്ങ് പോവും. പിന്നെ അതിനകത്ത് കാർബൺ ഉണ്ടോ, ഇല്ല. അപ്പൊ നമുക്ക് വീണ്ടും റിയാക്ഷൻ നടക്കണമെങ്കിൽ കാർബൺ തണ്ട് വേണം. ഇതാണ് അലൂമിനയുടെ Al2O3 ആണേ മക്കളെ. അലൂമിനത്തിന്റെ ഡീകമ്പോസിഷൻ റിയാക്ഷന്റെ ഏറ്റവും ലാസ്റ്റ് റിയാക്ഷനാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? അതിന് മുമ്പ് 2-3 ഇക്വേഷൻസ് ഉണ്ട്. നമുക്ക് തൽക്കാലം നമുക്ക് ഇതാണ് ഏറ്റവും അത്യാവശ്യം, കാനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻസ് പഠിക്കാനായിട്ട്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ ഇതാണ് നമ്മുടെ അലൂമിനിയത്തിന്റെ എക്സ്ട്രാക്ഷൻ, ഹോൾ ഹെറോൾട്ട് പ്രോസസ്. അതിന് ഉപയോഗിക്കുന്ന ലീച്ചിങ് ആണ്. പിന്നെ ലീച്ചിങ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു സോൾവെന്റ് ഉപയോഗിക്കും, ആ സോൾവെന്റ് ഉപയോഗിച്ചിട്ട് ലീച്ച് ചെയ്യും. അത് സോൾവെന്റ് എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പൊ നമുക്ക് സോഡിയം അലൂമിനേറ്റ് കിട്ടും. അടുത്ത സോഡിയം അലൂമിനേറ്റിൽ നിന്ന് എന്താ നമ്മൾ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഒഴിക്കും. അപ്പൊ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അതിനെ ഫിൽട്ടർ ചെയ്ത് വാഷ് ചെയ്ത് അലൂമിന കിട്ടി. ഈ അലൂമിനിയെ കൊണ്ട് വൈദ്യുത വിശ്ലേഷണം നടത്തുമ്പോൾ നമുക്ക് അലൂമിനിയം എന്ന് പറയുന്ന ലോഹം കിട്ടും. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ സെക്കൻഡ് ടെസ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ നോൺ മെറ്റൽസ് ആണ്. ആ നോൺ മെറ്റൽസ് നമ്മൾ ആദ്യം പഠിക്കുന്ന അമോണിയയുടെ നിർമ്മാണത്തെ കുറിച്ചാണ്. അപ്പൊ ഇതിൽ ചോദിക്കുന്ന 2 ചോദ്യം.
മൂന്ന് ചോദ്യം ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇതിൽ ഉപയോഗിക്കുന്ന അഭികാരങ്ങൾ ഏതൊക്കെ, റിയാക്ടൻസ് ഏതൊക്കെ? ഏതൊക്കെയാ അഭികാരങ്ങൾ? അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും. അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും. അങ്ങനെ നമുക്ക് അമോണിയ കിട്ടും. ഇക്വേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ അമോണിയ കിട്ടുന്നതിനെ നമ്മൾ വെറുതെ ആദ്യമേ അമോണിയ കണക്ട് ചെയ്യത്തില്ല. ഇതിനെ ഒരു ശോഷക സ്തംഭം വഴി ഡ്രൈയിങ് ടവറിലോട്ട് കടത്തി വിട്ടു. അവിടെ ആരാ ഡ്രൈയിങ് ടവറിലുള്ളത്? നമ്മുടെ ക്യുക്ലൈം ആണ്. ക്യുക്ലൈം കേട്ടാ, നീറ്റുകക്ക ക്യുക്ലൈം. ക്യുക്ലൈം ആണ് ആര്? കാൽഷ്യം ഓക്സൈഡ്. ആരാ മക്കളെ? കാൽഷ്യം ഓക്സൈഡ്. ക്വസ്റ്റ്യൻ നമ്പർ 2, എന്തുകൊണ്ട് അവിടെ കാൽഷ്യം ഓക്സൈഡ് ഉപയോഗിച്ചു? എന്തുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷനിൽ ആര് ഫോം ചെയ്തു? വാട്ടർ ഫോം ചെയ്തു. ആ ജലത്തെ മാറ്റിക്കളയാൻ ജലത്തെ പോ എന്ന് പറഞ്ഞ് ജലത്തെ അതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ക്യുക്ലൈം നീറ്റുകക്ക ഇവിടെ ചേർത്തത്. അടുത്ത ചോദ്യം, ഇങ്ങനെ ചെയ്ത ഗ്യാസിനെ നോക്കടാ, ഗ്ലാസ് ജാറിനെ എടുത്ത് ഇങ്ങനെ കമിഴ്ത്തി വെച്ചേക്കുക. മര്യാദയ്ക്ക് വെച്ചാ പോരെ? എന്തിനാ അങ്ങനെ വെച്ചേ? നമ്മളെ അമോണിയക്ക് സാന്ദ്രത കുറവാണ്. ആരെക്കാൾ? എയറിനേക്കാൾ. അപ്പൊ ഇങ്ങനെ വെറുതെ തുറന്നിട്ട് അവ ഓടി രക്ഷപ്പെട്ടു പോകും. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് വെറുതെ ആയില്ലേ? അങ്ങനെ അമോണിയ ഗ്യാസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മക്കളെ? ഇൻവേർട്ടഡ് പൊസിഷനിൽ ഗ്യാസ് ജാറിൽ വയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് അമോണിയയുടെ പ്രിപ്പറേഷൻ. ശ്രദ്ധിക്കുക, ഇതിന് നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ആണ് മാക്സിമം ചോദിക്കാറ്. 4 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇക്വേഷൻ കൊണ്ട് ചോദിക്കും. ഓക്കെ, ഒന്നാമത് റിയാക്ടൻസ് ആരൊക്കെ? ഗ്യാസ് ജാറിലൂടെ കടത്തിവിട്ടത് എന്തിന്? ഡ്രൈയിങ് ടവറിലൂടെ കടത്തിവിട്ടത് എന്തിന്? ഗ്യാസ് ജാർ ഇൻവേർട്ടഡ് പൊസിഷനിൽ വെച്ചത് എന്തിന്? പിന്നെ ഇക്വേഷൻ. ഓക്കെ, അടുത്ത പറഞ്ഞു, നീറ്റുകക്ക ജലാംശം റിമൂവ് ചെയ്യാനാണ്. വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ്. പിന്നെ സോലുബിലിറ്റിയും ബേസിസിറ്റി, അമോണിയയുടെ ലയത്വവും ബേസിക് സ്വഭാവവും തെളിയിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആണ് ഫൗണ്ടൻ പരീക്ഷണം. അതിൽ നമ്മുടെ ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ നമ്മൾ അമോണിയ ഗ്യാസിനെ നിറച്ചു. എന്നിട്ട് താഴെ ഈ ബീക്കറിൽ കുറച്ച് ഫിനോഫ്തലിൻ ഒഴിച്ചു. ഫിനോഫ്തലിനാണ് ആര്? നമ്മുടെ ഇൻഡിക്കേറ്റർ. എന്താ മക്കളെ ഇൻഡിക്കേറ്റർ? വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ നമ്മൾ തീരുമാനിക്കുന്നത് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടാണ് അല്ലെ? നമ്മൾ വലത്തോട്ടാണോ ഇടത്തോട്ടാണോ എന്ന് പോകുന്നത് തീരുമാനിക്കുന്നതാണ് ഇൻഡിക്കേറ്റർ. അതുപോലെ നമ്മളൊരു വസ്തു ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് തിരിച്ചറിയുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അതൊരു ഇൻഡിക്കേറ്ററിന്റെ എക്സാമ്പിൾ ആണ് ഫിനോഫ്തലിൻ. അപ്പൊ നമ്മൾ ഫിനോഫ്തലിനെ ഇവിടെ വെള്ളത്തിൽ ഒഴിച്ചു. എന്നിട്ട് ഒരു സിറിഞ്ച് വെച്ചിട്ട് ഈ സിറിഞ്ച് വഴി വെള്ളത്തിന് അകത്തോട്ട് പ്രസ് ചെയ്ത് വിടും. അപ്പൊ ഇതിനകത്തുള്ള അമോണിയ ഗ്യാസ് പെട്ടെന്ന് ജലത്തിൽ ലയിക്കും. അപ്പൊ പ്രഷർ വേരിയേഷൻ വരും. ഈ താഴേന്ന് വെള്ളം ജെറ്റ് ട്യൂബ് വഴി അകത്തോട്ട് കയറും. അപ്പം വരും നല്ല പിങ്ക് ഫൗണ്ടൻ വരും. എന്തുകൊണ്ടാ മക്കളെ പിങ്ക് ഫൗണ്ടൻ വന്നേ? താഴെ വിനോദത്തിൽ വെറുതെ വെള്ളത്തിൽ വെച്ചപ്പോൾ അതിന് ഒരു കളറും ഇല്ലായിരുന്നു. പക്ഷെ മേലെ ആ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിനകത്ത് കയറിയപ്പോൾ അതിന് പിങ്ക് ഫൗണ്ടൻ വന്നു. എന്തുകൊണ്ട്? ഫിനോഫ്തലിൻ വെള്ളത്തിൽ കളർ ഇല്ല, എന്നാൽ അത് പിങ്ക് കളർ വന്നാൽ അതിനർത്ഥം അത് ബേസിക് സ്വഭാവം എന്നാണ്. അപ്പൊ അമോണിയക്ക് എന്ത് സ്വഭാവമാണ് ഉള്ളത് മക്കളെ? ബേസിക് സ്വഭാവം. അമോണിയക്ക് ഏത് സ്വഭാവമാണുള്ളത്? ബേസിക് സ്വഭാവമാണ് ഉള്ളത്. അത് കാണിക്കാനുള്ള ഒരു പരീക്ഷണമാണിത്. ശരി, ഇനി അടുത്തതെന്ന് പറഞ്ഞാല് അമോണിയയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിന് കളറില്ല. പിന്നെ എന്താണ്? പഞ്ചന്റ് സ്മെല്ലാണ്. ബേസിക് സ്വഭാവമാണ്. വാട്ടറിൽ വെരി സോലുബിൾ ആണ്. ഡെൻസിറ്റി ഓഫ് അമോണിയ ഇസ് ലെസ് ദാൻ എയർ. കേട്ടോ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് അമോണിയയുടെ ഒരു പിക്ചർ ടെക്സ്റ്റ് തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ എന്താ അമോണിയയെ ഒരു വലിയൊരു ഗ്യാസ് ജാർ ഉണ്ട്. ആ ഗ്യാസ് ജാർ ഒരു ടാങ്കർ ലോറി ഉണ്ട്. ആ ടാങ്കർ ലോറിയിൽ അമോണിയ ഗ്യാസ് ലീക്ക് ചെയ്തപ്പോൾ കുറെ ആൾക്കാർ ഇങ്ങനെ ഫയർഫോഴ്സ് വന്ന് വെള്ളം ഇങ്ങനെ തെറിപ്പിക്കുവാണ്. എന്തിനായിരിക്കും? അമോണിയ ഗ്യാസ് പെട്ടെന്ന് സോലുബിൾ ആവും അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെ സോലുബിൾ ആവുന്ന സമയത്ത് ഈ എക്സ്പ്ലോഷൻ നമുക്ക് തടയാൻ പറ്റും. മറ്റേത് ഗ്യാസ് ആയിട്ടാണെങ്കിൽ അത് പെട്ടെന്ന് ഡെൻസിറ്റിക്കാൾ എയറിന് കുറവല്ലേ, എയറിനേക്കാൾ ഡെൻസിറ്റി കുറവല്ലേ, അത് ഓടിപ്പോൾ അവിടെ മുഴുവൻ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ വെള്ളത്തിനെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് എന്ത് ചെയ്യും? അടങ്ങെന്ന് പറഞ്ഞിട്ട് അത് മുഴുവൻ വെള്ളമായിട്ട് മാറും. ഓക്കെ, അടുത്തത് കെമിക്കൽ ഇക്വിലിബ്രിയം ആണ്. ആ കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ നമ്മൾ ഈ ഗ്രാഫ് നന്നായിട്ട് പഠിക്കുക. പരീക്ഷയ്ക്ക് ഈ ഗ്രാഫ് തന്നിട്ട് എ ഏത്, ബി ഏത്, സി ഏതെന്ന് ചോദിക്കും. പുരോപ്രവർത്തനം, പശ്ചാത് പ്രവർത്തനം. ഓക്കെ, ഒരു രാസപ്രവർത്തനം തുടങ്ങുമ്പോൾ പുരോപ്രവർത്തനം കുറഞ്ഞു വരും, പശ്ചാത് പ്രവർത്തനം കൂടി വരും. അപ്പൊ ഇങ്ങനെ പുരോപ്രവർത്തനവും പശ്ചാത് പ്രവർത്തനവും ഒരുമിച്ചെത്തുന്ന സ്ഥലമാണ് ഇക്വിലിബ്രിയം അഥവാ സന്തുലനാവസ്ഥ. അപ്പോൾ അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. അപ്പോൾ പുരോപ്രവർത്തനവും പശ്ചാത് പ്രവർത്തനവും ഒരുപോലെ നടക്കുന്ന സ്ഥലമാണ് സന്തുലനാവസ്ഥ എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇപ്പൊ പുരോപ്രവർത്തനം ഇങ്ങനെ വന്നു, പശ്ചാത് പ്രവർത്തനം ഇങ്ങനെ വന്നു, ഒരുമിച്ച് അങ്ങ് പോയി. ഈ ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന സമയത്ത് പുരോപ്രവർത്തനവും പശ്ചാത് പ്രവർത്തനവും ഇല്ല എന്നല്ല അർത്ഥം.
അവിടെ പുരോപ്രവർത്തനവും പശ്ചാത്തലപ്രവർത്തനവും ഒരുപോലെ ഇങ്ങനെ നിൽക്കും. പുരോപ്രവർത്തനവും നടക്കും, പശ്ചാത്തലപ്രവർത്തനവും നടക്കും. അവരുടെ റേറ്റ് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. ആ കണ്ടീഷനാണ് എന്തെന്ന് പറയുന്നത്? സന്തുലനാവസ്ഥ അഥവാ ഇക്വിലിബ്രിയം. ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും. എന്തുകൊണ്ട് അത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇക്വിലിബ്രിയത്തിന്റെ 4 കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻ ടെക്സ്റ്റിലുണ്ട്, അത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഡൈനാമിക് ആണ്, മാറിക്കൊണ്ടിരിക്കും, ഗതികമാണ്. ഓക്കെ, ക്ലോസ് വ്യൂഹത്തിൽ മാത്രമേ നടക്കുള്ളൂ, സമൃദ്ധ വ്യൂഹത്തിൽ മാത്രമേ ഇത് നടക്കുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള പോയിന്റ്സ് പഠിക്കുക. പിന്നെ നമ്മൾ പഠിക്കുന്ന ലേ ഷാർഡിയർ തത്വമാണ്. കോൺസെൻട്രേഷനും പ്രഷറിനും ടെമ്പറേച്ചറിനും എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ ആ സിസ്റ്റം സ്വയമേവ ആ മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കും. ആ പ്രിൻസിപ്പളിനെ പറയുന്ന പേരാണ് ലേ ഷാർഡിയർ തത്വം. അതിൻ്റെ ആപ്ലിക്കേഷൻസ് പറയാനുള്ള സമയമില്ല നമുക്ക്, കാരണം അത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുള്ള കാര്യമാണ്. അടുത്തത് സൾഫ്യൂരിക് ആസിഡിനെ നിർമ്മിക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് കോണ്ടാക്ട് പ്രോസസ് അഥവാ സമ്പർക്ക പ്രക്രിയ. എന്താണ് കോണ്ടാക്ട് പ്രോസസ് അഥവാ സമ്പർക്ക പ്രക്രിയ? സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണം. അതിന് ഉപയോഗിക്കുന്ന ഏറ്റവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതാര്? കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് ആര്? വനേഡിയം പെന്റോക്സൈഡ്. പിന്നെ ഇതാര്? ഒലിയം. H2S2O7. ഓക്കെ, ഇനി ഒലിയത്തിൽ ജലത്തിൽ ഡിസോൾവ് ചെയ്ത് നമുക്ക് അവസാനം സൾഫ്യൂരിക് ആസിഡ് കിട്ടും. അപ്പോൾ ചോദ്യം, എന്തുകൊണ്ട് ആദ്യമേ സൾഫർ ഡയോക്സൈഡിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് ഉണ്ടാക്കിക്കൂടാ? എന്തുകൊണ്ട്? അതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ് കൊണ്ട്, താപമോചക പ്രവർത്തനമാണ്. അപ്പോൾ ഫോഗ് ഒക്കെ ഫോം ചെയ്യും, പിന്നെ റിയാക്ഷൻ നടക്കില്ല. ഓക്കെ, അപ്പോൾ കോണ്ടാക്ട് പ്രോസസ് നോക്കിയോണേ. ഇനി നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് വരുവാണ്. ഞാൻ പറഞ്ഞ പോലെ മോൾ കോൺസെപ്റ്റ് പോലെയും ലേ ഷാർഡിയറിന്റെ ആപ്ലിക്കേഷൻ പോലെയും നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി നമുക്ക് ഒരിക്കലും പെട്ടെന്ന് പഠിപ്പിച്ച് തീർക്കാൻ പറ്റുന്നൊരു ടോപ്പിക് അല്ല. അപ്പം വളരെ വളരെ ബ്രീഫായിട്ട് എന്താണ് എന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ബ്രീഫായിട്ട്, ഫുൾ പറയുന്നില്ല. അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഓർഗാനിക് കെമിസ്ട്രി ഒരു ക്ലാസ് എടുക്കാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് 2 ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്ററും കൂടി ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, ഇപ്പം തൽക്കാലം ജസ്റ്റ് അതിനെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഹൈഡ്രോ കാർബണാണ് നമ്മൾ ആ ചാപ്റ്ററിൽ ആദ്യം തുടങ്ങുന്നത്. നമ്മുടെ കാർബണിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഹൈഡ്രജൻ. അങ്ങനെ ഹൈഡ്രജനും കാർബണും കൂടി ചേർന്നുണ്ടാവുന്ന കോമ്പൗണ്ട്സിനെ നമ്മൾ എന്ത് വിളിക്കും? ഹൈഡ്രോ കാർബണുകൾ എന്ന് വിളിക്കും. അവർ 2 തരം ഹൈഡ്രോ കാർബണുകളുണ്ട്. ഒന്ന് പൂരിത ഹൈഡ്രോ കാർബണുകളും ഒന്ന് അപൂരിത ഹൈഡ്രോ കാർബണുകളും. പൂരിത ഹൈഡ്രോ കാർബണിലാണ് ഏതുള്ളത്? ആൽക്കെയിൻ, സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ് ഉള്ളത്. ആൽക്കീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ് ആണ്. ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ് ആണ്. അവർക്കൊരു ജനറൽ ഫോർമുലയുണ്ട്. ഇതൊരു ഏണിയാണെന്ന് വിചാരിക്കുക. ആൽക്കീനെ നിരത്തി എഴുതുക. ഇതൊരു ഏണിയുടെ നടുക്കാളാണ് CnH2n. അപ്പൊ ഏണിയുടെ മുകളിലോട്ട് കയറുമ്പോൾ കൂടിക്കൂടി വരും. അപ്പോൾ CnH2n+2. താഴോട്ട് വരുമ്പോൾ കുറയും, CnH2n-2. കേട്ടോ? അപ്പൊ അതിന്റെ ജനറൽ ഫോർമുലയാണ് അത് നന്നായിട്ട് പഠിക്കണം കേട്ടോ. പഠിക്കാനുള്ളൊരു കോഡായിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഹോമോലോഗസ് സീരീസിനെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് CH2 ആണ്. ഇങ്ങനെ ഒരു സീരീസിലെ അടുത്തടുത്തുള്ള ആൾക്കാർ തമ്മിലുള്ള ഡിഫറൻസ് CH2 ആണെങ്കിൽ അവരെ നമ്മൾ ഹോമോലോഗസ് സീരീസ് എന്ന് വിളിക്കും. ഇവനും ഹോമോലോഗസ് സീരീസ് അല്ല. ഇവനും ഹോമോലോഗസ് സീരീസ് അല്ല. ഇവരെല്ലാവരും ഹോമോലോഗസ് സീരീസ് ആണ്. ഇവരെല്ലാവരും ഹോമോലോഗസ് സീരീസ് ആണ്. ഓക്കെ, അപ്പോൾ ഹോമോലോഗസ് സീരീസിന്റെ കണ്ടീഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതും നോക്കണം. ഓക്കെ, ഇനി അടുത്തതിന്റെ പേരെഴുതാനാണ്. എന്താണ്? ഇതാണ് ബ്രാഞ്ച്, ഇത് ലോങ് ചെയിൻ ആണ്. ഇതാണ് ലോങ് ചെയിൻ. നമ്മൾ നമ്പർ ഇടും 1 2 3 4 5 എന്ന നമ്പർ ഇടും. തിരിച്ച് 1 2 3 4 5 എന്ന നമ്പർ ഇടും. ഈ നമ്പർ വന്നേക്കുന്ന 4ഉം 2 ആണ്. ചെറിയ നമ്പർ 2 ആണ്. അപ്പൊ നമ്മൾ എന്തെഴുതും? 2. ബ്രാഞ്ച് വന്നത് മീഥൈലാണ്. അപ്പോൾ എന്ത് വരുടാ? 2 മീഥൈൽ പെൻറ്റേൻ എന്ന് വരും കേട്ടോ. 2 മീഥൈൽ പെൻറ്റേൻ. ഓക്കെ, പിന്നെ സൈക്ലിക് കോമ്പൗണ്ട്സിൽ ആലിസൈക്ലിക് കോമ്പൗണ്ട്സ്, ആരോമാറ്റിക് കോമ്പൗണ്ട്സിനെ കുറിച്ച് ടെക്സ്റ്റ് പറയുന്നുണ്ട്, അത് നോക്കി വെക്കണം. പിന്നെ നമ്മുടെ ബെൻസീൻ്റെ സ്ട്രക്ചർ C6H5 കേട്ടോ. ആൾട്ടർനേറ്റ് ഡബിൾ ബോൺസ് വരും. ബെൻസീൻ്റെ സ്ട്രക്ചർ, മോളിക്കുലർ ഫോർമുല C6H6. ക്രിസ്മസ് പരീക്ഷയ്ക്കും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ബെൻസീൻ, അത് നോക്കി വെക്കണം. പിന്നെ എന്താണ്? ഫങ്ഷണൽ ഗ്രൂപ്പ്, ആൽക്കഹോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, കാർബോക്സിലിക് ആസിഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, ഈതർ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, ഹാലോ കോമ്പൗണ്ട്സ് ഉണ്ട്. ഓക്കെ, ഹാലോ കോമ്പൗണ്ട് എക്സ് കോമ്പൗണ്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇത്രയും നോക്കി വെക്കണം കേട്ടല്ലോ. ഹൈഡ്രോക്സിൽ എങ്ങനെ പേരിടും, കാർബോക്സിലിക് ആസിഡ് എങ്ങനെ പേരിടും, ഓക്സിജൻ എങ്ങനെ, ഓക്സി ഗ്രൂപ്പ് ആൽക്കോക്സി ഗ്രൂപ്പ് എങ്ങനെ പേരിടും, ഹാലജൻസ് ആണെങ്കിൽ എങ്ങനെ പേരിടും, ഫങ്ഷണൽ ഗ്രൂപ്പ് പഠിച്ചോണം. പിന്നെ ഐസോമെറിസം ചോദിക്കാറുണ്ട്. നമ്മൾ ഐസോമെറിസം ചോദിക്കുമ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് ഇതിന്റെ മോളിക്കുലർ ഫോർമുല ഇങ്ങനെ നിരത്തി പിടിച്ച് എഴുതുക.
മോളിക്കുലർ ഫോമുല നിരത്തി പിടിച്ച് എഴുതുക. അപ്പൊ ഒരേ മോളിക്കുലർ ഫോമുല ഉള്ളവർ ഒരു ഐസോമെറിസം കാണിക്കുന്ന ആൾക്കാരായിരിക്കും കേട്ടോ. ഇപ്പൊ സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പൊ ഐസോമെറിസം എന്താ നമ്മൾ ചെയ്യുക, ആ മോളിക്കുലർ ഫോമുലകളെല്ലാം ഒരുമിച്ച് എഴുതുക. അപ്പൊ മോളിക്കുലർ ഫോമുല ഒരുപോലെ ഉള്ള ആരെങ്കിലും കാണും. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞാൽ ഇതിന്റെ മോളിക്കുലർ ഫോമുല എന്ത് വരും, C5H12 എന്ന് വരും. അപ്പൊ ഈ ഇതും എന്താണ്, C5H12 ആണ് അല്ലേ. അപ്പൊ ഇവർ രണ്ടുപേരും ഒരു ഐസോമെറിസം കാണിക്കുന്ന ആൾക്കാരായിരിക്കും, ചെയിൻ ഐസോമേഴ്സ്. പിന്നെ മോളിക്കുലർ ഫോമുല സെയിം ആയിട്ട് വരുന്നത് ഇവർക്ക് രണ്ടുപേർക്കും മോളിക്കുലർ ഫോമുല സെയിം ആയിരിക്കും. അപ്പൊ അവരെന്താണ്, ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനിൽ വരുന്ന വ്യത്യാസമാണ്. ഇവർ രണ്ടുപേർക്കും മോളിക്കുലർ ഫോമുല സെയിം ആണ്, എന്നാൽ ഇവരിൽ ഒന്നിൽ OHും ഒന്നിൽ Oയും ആണ്. ഇവരിൽ ഫങ്ഷണൽ ഗ്രൂപ്പിലാണ് വ്യത്യാസം. അപ്പൊ അവരെ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമെറിസം എന്ന് വിളിക്കും. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിൽ 5 റിയാക്ഷൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അഡീഷൻ പ്രവർത്തനം, ആദേശ രാസപ്രവർത്തനം, താപീയ വിഘടനം, ജ്വലനം, പോളിമറൈസേഷൻ. അതിൽ ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സിൽ ഉണ്ടാവുന്ന റിയാക്ഷൻ ആണ് അഡീഷൻ റിയാക്ഷൻ. ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സിൽ ഉണ്ടാവുന്ന പ്രവർത്തനമാണ് അഡീഷൻ പ്രവർത്തനം. സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സിലുള്ള പ്രവർത്തനമാണ് ആദേശ രാസപ്രവർത്തനം. ഒന്ന് ശ്രദ്ധിച്ചോ മക്കളെ, ഓക്സിജൻ റിയാക്ടന്റിന്റെ സ്ഥാനത്തുണ്ട് എങ്കിൽ, പ്രോഡക്റ്റിന്റെ സ്ഥാനത്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ട് എങ്കിൽ അത് ജ്വലനമായിരിക്കും. പിന്നെ N എവിടെയെങ്കിലും ഉണ്ട് എങ്കിൽ അത് ഏത് റിയാക്ഷൻ ആയിരിക്കും, പോളിമറൈസേഷൻ റിയാക്ഷൻ ആയിരിക്കും. ഒരു വലിയ ഹൈഡ്രോ കാർബൺ സ്പ്ലിറ്റ് ചെയ്ത് 2 ചെറിയ ഹൈഡ്രോ കാർബൺ ആയിട്ട് മാറിയാൽ അതെന്തായിരിക്കും, താപീയ വിഘടനമായിരിക്കും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോ മക്കളെ, ഏകദേശം നമ്മൾ 1.5 മണിക്കൂർ കൊണ്ട് നമ്മളെ കെമിസ്ട്രിയുടെ എല്ലാ പോർഷൻസും ജസ്റ്റ് ഒന്ന് റാപ്പിഡ് ഫയർ ആണ്. എനിക്കറിയാം ഓർഗാനിക് കെമിസ്ട്രി വളരെ വേഗത്തിലാണ് പോയത്, കാരണം ഞാൻ പറഞ്ഞില്ലേ നമുക്കതൊരിക്കലും 1 മണിക്കൂർ കൊണ്ട് പോലും നമുക്ക് ആ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ മോഡൽ എക്സാം അടുത്തു, നമുക്കൊരു ഡീറ്റെയിൽ ക്ലാസ്സിന് കേൾക്കാനുള്ള സമയവും നിങ്ങൾക്കില്ല. നാളെ ഹിന്ദി പരീക്ഷയുടെ കഴിഞ്ഞിട്ട് വന്നിട്ട് ആകെപ്പാടെ നമ്മളിലുള്ളത് 4-5 മണിക്കൂറാണ്. ആ 4-5 മണിക്കൂർ കൊണ്ട് ഒരിക്കലും നമുക്ക് എല്ലാ ചാപ്റ്ററും ഫുൾ പഠിച്ചു തീർക്കാൻ പറ്റില്ല. അപ്പൊ അതിലൊരു 2 മണിക്കൂർ എടുത്ത് കെമിസ്ട്രി പഠിക്കുക. എങ്ങനെ, ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകളെല്ലാം ടെക്സ്റ്റ് ബുക്ക് എടുത്ത്, ഞാൻ അതുകൊണ്ടാണ് ടെക്സ്റ്റിലെ മിക്കവാറും എല്ലാം ക്രോപ്പ് ചെയ്ത് തന്നത്, അതുകൊണ്ടാണ്. എന്നാൽ മാത്രമേ നമുക്ക് ടെക്സ്റ്റുമായിട്ടൊരു ഫെമിലറൈസേഷൻ വരുള്ളൂ. ഫെമിലിയർ ആയിരിക്കണം നിങ്ങൾ നമ്മുടെ ടെക്സ്റ്റുമായിട്ട് എപ്പോഴും. അപ്പോൾ ഈ വീഡിയോ കണ്ട് ടെക്സ്റ്റ് നോക്കി, ഞാൻ ടെക്സ്റ്റ് ബേസ് ആണ് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ടെക്സ്റ്റിൽ നോക്കി ഇന്ന കാര്യങ്ങൾ പഠിച്ച് അതൊന്നും കൂടി പ്ലേ ചെയ്തിട്ട് അതെന്ത് ചെയ്യാൻ ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് നാളെ നിങ്ങൾക്ക് കെമിസ്ട്രി പഠിച്ചു തീർക്കാൻ പറ്റും, ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ഈ വീഡിയോ കാണുക, ഓരോ ടോപ്പിക്കായിട്ട് പഠിച്ച് പോയാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു എന്താ പറയുക A അടുപ്പിച്ച് വരെ ഒരു ഗ്രേഡ് എത്താനായിട്ട് ഉറപ്പായിട്ട് സാധിക്കും. പിന്നെ ഒരുവിധം നന്നായിട്ട് പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ A+ ഇത് ഉറപ്പായിട്ട് ഉപയോഗിക്കും. കാരണം നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് ഒരിക്കലും ഈ ഓർഗാനിക് കെമിസ്ട്രി പോർഷൻസ് അത്രത്തോളം അതങ്ങ് കത്തില്ല, അതെനിക്ക് അറിയാം നന്നായിട്ട്. അപ്പോൾ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി ഒരു ക്ലാസ് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാ പേരും എന്താണ് ലാംഗ്വേജ് കഴിഞ്ഞ് നമ്മുടെ സബ്ജക്ട് എക്സാംസ് വരുവാണ്. അത് കഴിഞ്ഞ് സോഷ്യലും ബയോളജി ഉണ്ട്, പിന്നെ ലാസ്റ്റ് മാത്സ് ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും സമയം വേണം. നമുക്ക് ആകെ ഇന്ന് പഠിക്കാനുള്ളത് 4-5 മണിക്കൂറേ കിട്ടുള്ളൂ അല്ലേ. വീട്ടിൽ വന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് വരുമ്പോൾ ഒരു സമയമാവും. പിന്നെ നമുക്ക് ആകെ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 6-7 മണിക്കൂർ കിട്ടും, അല്ലെങ്കിൽ മാക്സിമം ഒരു മിനിമം ഒരു 6 മണിക്കൂർ ഒപ്പിക്കുക. ആ മണിക്കൂറിൽ 3 മണിക്കൂർ ഫിസിക്സ് പഠിക്കുക, 3 മണിക്കൂർ കെമിസ്ട്രി പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാം നന്നായിട്ട് റിവൈസ് ചെയ്യുക. പറ്റുമെങ്കിൽ അവസാനം ഒരു ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും നോക്കിയിട്ട് പരീക്ഷയ്ക്ക് പോവുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്തിട്ട് പോവാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഓർമ്മിച്ച് പോവാം. ഓക്കെ, അപ്പോൾ സീ യു. ഇനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ.